ഹലോ എവരി വൺ, വെൽക്കം ടു എജുലൻ ഫാമ. എല്ലാവരും ഇപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിലേക്കാരും അറിയാം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 7th സെം ഇൻഡസ്ട്രിയൽ ഫാർമസിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ 7th സെം എത്തിയ സ്ഥിതിക്ക് സിലബസ് എങ്ങനെയാണ് ഇനി നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പെർട്ടിക്കുലർ ടോപ്പിക് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ സിലബസിലുള്ള എല്ലാം നമുക്ക് 10 മാർക്കിന് എക്സ്പെക്ട് ചെയ്യണം. ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ മാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, 10 മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ മാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു കറക്റ്റ് പാറ്റേൺ ഇല്ല എന്നല്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇന്നതാ വരുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് 10 മാർക്കിന് ചോദിക്കുക, ഇതാണ് നമുക്ക് 2 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ ഇത് 2 മാർക്കിനെ ചോദിക്കുകയുള്ളൂ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ 2 മാർക്സിന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സാധനം ഇക്കാരും അവിടെ 10 മാർക്സിന് എസ് ആയിട്ട് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ 2 മാർക്സിന് പഠിച്ചത് എങ്ങനെയാണ് 10 മാർക്സിന് അത്ര എഴുതുക എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് വരുന്ന നമുക്ക് ടെൻഷനായി പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളടുത്ത് എപ്പോഴും ഞങ്ങളെ മാം പറയുന്നുള്ളതാണ്, എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. ഇപ്പോൾ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഫാർമസി ടഫാണ്, എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര സീന് സബ്ജക്റ്റാണ്, അങ്ങനെയൊക്കെ. ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്, ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഫാർമസി ബാക്കി ഏത് സബ് കുഴപ്പമില്ലെങ്കിലും ഇൻഡസ്ട്രിയൽ ഫാർമസി സീനാണ്, അങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ സബിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു സബ്ബാണ്. നല്ല രസമാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് എത്ര ആൾക്കാർക്ക് ഇത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ 7th സെം ഇൻഡസ്ട്രിയൽ ഫാർമസി എക്സാം എന്തായാലും നമ്മൾ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സിലബസിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കിടക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളെ IP-യിൽ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ്, ടെക്നോളജി ട്രാൻസ്ഫർ. പിന്നെ 3rd യൂണിറ്റിൽ 2 ടോപ്പിക്സ് ആയിട്ട്, അതായത് റെഗുലേറ്ററി അഫയേഴ്സും ഉണ്ട്, റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ഫോർ ഡ്രഗ് അപ്രൂവലും ഉണ്ട്. 4th യൂണിറ്റ് ഇന്ത്യൻ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. ദെൻ 5th യൂണിറ്റ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ യൂണിറ്റ്സ് ഒന്നും അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് അല്ല ഇതാക്കണത്, എങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എല്ലാവർക്കും പൊതുവേ യൂണിറ്റ് 2 ഏക്കാരും ഒന്നും കൂടി നമുക്ക് ടഫായിട്ട് തോന്നും. കാരണം അത് കുറേ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. കാരണം യൂണിറ്റ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് WHO ഗൈഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ അവിടെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു യൂണിറ്റ്സാണ് യൂണിറ്റ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് യൂണിറ്റ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ്. പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അല്ലാതെ ഒന്നും ഇങ്ങനെ ജസ്റ്റ് പറയണുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് 1 എന്തൊക്കെയാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് എന്താണ് പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ് എന്ന് പഠിക്കണം. നമ്മൾ ഡെഫിനീഷൻ എന്ത് ചെയ്യണം, എല്ലാതിൻ്റെയും ഡെഫിനീഷൻ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ സിലബസിൽ എന്ത് കൊടുത്തിട്ടില്ല, ഡെഫിനീഷൻ പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സിൻ്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡെഫിനേഷൻ എന്താണോ അത് കറക്റ്റ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ലബോറട്ടറി സ്കെയിലുള്ളത് ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു സ്കെയിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതിൽ എന്തൊക്കെയുണ്ട്, ജനറൽ കൺസിഡറേഷൻസ് ആണ്. അതായത് പേഴ്സണൽ റിക്വയർമെൻറ്റ്സ്, സ്പേസ് റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസിൻ്റെ ജനറൽ കൺസിഡറേഷൻ. അതായത് ഈ 3 സംഭവത്തിൻ്റെയും പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സിൻ്റെ ജനറൽ കൺസിഡറേഷൻ ആണ് അവിടെ പറയുന്നത്. പിന്നെ നമ്മൾ പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ് ഫോർ സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ് ഓറൽസ് ഉണ്ട്, സെമി സോളിഡ്സ് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, പിന്നെ സ്കെയിലപ്പ് ആൻഡ് പോസ്റ്റ് അപ്രൂവൽ ചേഞ്ചസ്, അതാണ് സുപാക് ഗൈഡ് ലൈൻസ് ഉണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു പ്ലാറ്റ്ഫോം ടെക്നോളജി. ഈ ഒരു യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാതും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ സിലബസ് ഇങ്ങനെ നോക്കുകയാണ്, ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്ക്. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനല്ല, അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുള്ളൊരു കാര്യമാണത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ സിലബസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തിനാ നമ്മൾ ആ ടോപ്പിക്ക് ഇല്ല, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളത് ചോദിച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിക്ക് നോക്കുകയാണ്. ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, IP-യിൽ അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല, എല്ലാം ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് എല്ലാ ടോപ്പിക്കും ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയല്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ജസ്റ്റ് നമ്മളങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ്
സിലബസ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം അങ്ങനെ ഒരു ടോപ്പിക്കില്ല, എല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് നമ്മളതിന്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ പേഴ്സണൽ റിക്വയർമെൻറ്റ്സ്, സ്പേസ് റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് അതൊക്കെ 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നും എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സ്പേസ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്നൊക്കെ 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജനറൽ കൺസിഡറേഷൻ ഇത് സ്പെസിഫൈ ചെയ്യാതെ പേഴ്സണൽ റിക്വയർമെൻറ്റ്, സ്പേസ് റിക്വയർമെൻറ്റ്സ്, റോ മെറ്റീരിയൽസിന് സ്പെസിഫൈ ചെയ്യാതെ 10 മാർക്സിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ സോളിഡ്സ്, ലിക്വിഡ് ഓറൽസ്, സെമി സോളിഡ്സ് ഇത് 3ഉം ചോദിച്ചിട്ടുണ്ട്. പിന്നെ റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ സൂപ്പർ ഗൈഡ് ലൈൻസ്, പ്ലാറ്റ്ഫോം ടെക്നോളജി എല്ലാം 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സൂപ്പർ ഗൈഡ് ലൈൻസും അതല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടെക്നോളജി, റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ പൊതുവേ 5 മാർക്സിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 10 മാർക്സിനും എക്സ്പെക്ട് ചെയ്യാം. കാരണം നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല ഇത് 5 മാർക്കിനാണ് ചോദിക്കുള്ളൂ എന്ന് സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് 10 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ സിലബസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അത് ഞാൻ ലാസ്റ്റ് ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് മൊത്തത്തിൽ എങ്ങനെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ഇനി യൂണിറ്റ് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ, അതായത് ടെക്നോളജി ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂണിറ്റിൽ ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്താ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു സെൻഡിങ് യൂണിറ്റിൽ നിന്ന് റിസീവിങ് യൂണിറ്റിക്ക് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ട്രാൻസ്ഫർ ചെയ്യണ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ WHO ഗൈഡ് ലൈൻസ് ഉണ്ട്, ടെർമിനോളജി. നമ്മുടെ ഈ സിലബസിൻ്റെ മെയിൻ പ്രശ്നമാണ് ഈ യൂണിറ്റ് 2 കിടക്കുന്ന ടെർമിനോളജി. കാരണം ഇവിടെ ടെർമിനോളജി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അതിൽ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര ഡെഫിനീഷൻസ് ആണ് കിടക്കണമെന്നുള്ളത്. ഇപ്പോൾ ടെർമിനോളജി എന്ന് പറയുമ്പോൾ ഡെഫിനീഷൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡെഫിനീഷൻസ് നമുക്ക് അങ്ങനെ എല്ലാ ഡെഫിനീഷൻസും മാക്സിമം നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഡെഫിനീഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. പക്ഷേ എങ്കിൽ കൂടി എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയാത്തതായിട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ടെൻഷനാക്കുകയല്ല, പക്ഷേ ഞാൻ പറയുകയാണ് ടെർമിനോളജി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ടെർമിനോളജി അങ്ങനെ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡെഫിനേഷൻസ് ഒക്കെ അവിടെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്, ട്രാൻസ്ഫർ ഫ്രം R&D ടു പ്രൊഡക്ഷൻ, ഇതിൽ വരുന്നതാണ് പ്രോസസ്, പാക്കേജിങ് ആൻഡ് ക്ലീനിങ്. അപ്പോൾ ഇതിലെന്ത് ചെയ്തിട്ടുണ്ടാകും, അതാണ് പിന്നെ സിലബസ് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുകയാണ് ട്രാൻസ്ഫർ ഫ്രം R&D ടു പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രാക്കറ്റിൽ സിലബസിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, പ്രോസസ്, പാക്കേജിങ് ആൻഡ് ക്ലീനിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പം എക്സാമിന് ഇങ്ങനെ കൊടുക്കില്ല, അതായത് പ്രോസസ്സ്, പാക്കേജിങ്, ക്ലീനിങ് അങ്ങനെ ഏതൊക്കെ ഹെഡിങ്സ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യില്ല, നമുക്ക് എക്സാമിന് കൊടുത്തോളണമെന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമുക്ക് സിലബസ് നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഹെഡിങ് അതിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കാരണം അവർക്ക് ആൻസർ കീ ഉണ്ടായിരിക്കും. ആൻസർ കീ എന്ന് പറയുമ്പോൾ ഈ ഒരു ഹെഡിങ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഒരു ആൻസറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സിലബസ് അത്രയും നമുക്ക് തറവായിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാനുലാരിറ്റി ഓഫ് TT പ്രോസസ്സാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിലൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് സിലബസ് അത്ര ഫെമിലിയർ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഗ്രാനുലാരിറ്റി ഓഫ് TT പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ഉണ്ടായിരിക്കില്ല, അറിയണ്ടാവില്ല. അപ്പോൾ അതിനാണ് നമ്മൾ സിലബസ് നോക്കണം എന്ന് പറഞ്ഞത്. അതിൽ വരുന്നതാണ് API, എക്സിപിയൻസ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, പാക്കേജിങ് മെറ്റീരിയൽസ് ഒക്കെ. അപ്പോൾ നമ്മൾ നോട്ട് മാത്രം നോക്കിയിട്ടാണ് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു നോട്ട് ഉണ്ടാവുമല്ലോ, ആ നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ യൂണിറ്റിലാണ് API അല്ലെങ്കിൽ എക്സിപിയൻസ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂണിറ്റിലാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത് നമുക്ക് അറിയണ്ടായിരിക്കും. പക്ഷേ ഗ്രാനുലാരിറ്റി ഓഫ് TT പ്രോസസ്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് സിലബസ് അറിയുന്ന ആൾക്ക് മാത്രമേ എന്ത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ പിന്നെ സിലബസിൽ എന്തുണ്ടായിരിക്കും, ചില ഷോർട്ട് ഫോംസ് ഉണ്ടായിരിക്കും. ആ ഷോർട്ട് ഫോംസ് എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നെ വരുന്നതാണ് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ അറിയും. പക്ഷേ MOU എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അത് കത്തണം എന്നില്ല. അപ്പോൾ നമ്മൾ സിലബസ് ഒക്കെ എന്ത് ചെയ്യണം, പക്കായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും മറ്റൊരു നെയിമിൽ അത് അറിയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നെയിമും കൂടി നമുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കണം. എപ്പോഴും അത് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വരുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ, പ്രിമൈസ്, എക്യുപ്മെൻറ്റ്സ്, ക്വാളിഫിക്കേഷൻ, വാലിഡേഷൻ, ക്വാളിറ്റി കൺട്രോൾ, അനലറ്റിക്കൽ മെത്തേഡ് ട്രാൻസ്ഫർ, അപ്രൂവ്ഡ് റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ഏജൻസീസ്. ഇതിൽ അപ്രൂവ്ഡ് റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ഏജൻസീസ് എന്ന് പറയുമ്പോൾ ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്രൂവ്ഡ് റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അപ്രൂവ്ഡ് റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇനി നമ്മൾ
CDSU അതുപോലത്തെ റെഗുലേറ്ററി ബോഡീസ് ആണ് അതിൽ വരുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏജൻസീസ് ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ഏജൻസീസ് എന്ത് ചെയ്യാം, നമുക്ക് TT ഏജൻസീസ് എന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആൻഡ് പ്രോബ്ലംസ് ആണ്. അതും എന്ത് ചെയ്തിട്ടുണ്ടാണ്, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TT ഏജൻസീസ് ഇൻ ഇന്ത്യയാണ്. ഇതെന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ TT ഏജൻസീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടായിട്ടും ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഈ APCTT അതിൻ്റെയൊക്കെ ഫുൾ ഫോം ഉണ്ടല്ലോ, അതും വെച്ചിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളൊരു ബെറ്റർ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ റിലേറ്റഡ് ഡോക്യുമെൻറ്റേഷൻസ് ആണ്. ഇതിൽ വരുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ്, ലൈസൻസിങ്, MOU, ലീഗൽ ഇഷ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 മാർക്സിന് അല്ലെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പോലും ഇപ്പോൾ ഈവൻ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ, വാലിഡേഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്തിട്ടില്ല, ചോദിക്കാത്തതില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂണിറ്റ് 3 and 4 നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, യൂണിറ്റ് 3 and 4 അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 3 and 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലേറ്ററി അഫയേഴ്സ് ആണ്. പക്ഷേ പെട്ടെന്ന് പഠിച്ചു കഴിയും, കുറച്ചുള്ളൂ, കുറച്ചുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിച്ചു കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിലുള്ള ഓരോ ടോപ്പിക്കും 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റെഗുലേറ്ററി അഫയേഴ്സ് പറയുമ്പോൾ അതിലെന്തുണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ്. അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് എന്ത്, ഹിസ്റ്ററി ഒന്നും ചോദിക്കൂല എന്നുള്ളത്. പക്ഷേ റെഗുലേറ്ററി അഫയേഴ്സിൻ്റെ ഹിസ്റ്ററി അങ്ങനെയല്ല, 2-3 വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെഗുലേറ്ററി അതോറിറ്റീസ്, അതുപോലെ തന്നെ റെഗുലേറ്ററി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോൾ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് പ്രൊഫഷണൽസ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്താണോ ക്വസ്റ്റ്യൻ എന്ന് കറക്റ്റ് വായിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലവരുണ്ടായിരിക്കും എന്ത്, റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് മാത്രമേ വായിക്കുള്ളൂ. അവിടെ പ്രൊഫഷണൽസ് ആണോ ഡിപ്പാർട്ട്മെൻ്റ് ആണോ എന്ന് എന്ത് ചെയ്യൂല, നമ്മൾ നോക്കൂല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മളെ സിലബസിൽ ഇങ്ങനെ കൊടുത്തുള്ള സ്ഥിതിക്ക് ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ചിലപ്പോൾ 5 മാർക്കിന് 10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരിക്കണം. മാറിപ്പോകരുത്. റെഗുലേറ്ററി അഫയർ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ റെഗുലേറ്ററി അഫയർ പ്രൊഫഷണൽസും തമ്മിൽ മാറിപ്പോകരുത്. രണ്ടിൻ്റെയും റോൾ നമുക്ക് പഠിക്കാണ്ട്. ഇനി റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ഫോർ ഡ്രഗ് അപ്രൂവൽ ആണ്. അതായത് ഡ്രഗ് ഡെവലപ്മെൻറ്റ് ടീം, നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ്, ജനറൽ കൺസിഡറേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷസ്, NDA, ഡാറ്റ പ്രസൻറ്റേഷൻ ഫോർ FDA സബ്മിഷൻ. എല്ലാം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, എല്ലാം ഓരോന്നും 5 മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമല്ല, ഇവിടെ നമുക്ക് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ സിലബസിൽ എന്ത് ചെയ്തിട്ടില്ല, ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടില്ല. പക്ഷേ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. കാരണം കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. NDAയിലായാലും INDയിലായാലും വരുന്ന ഒരു സ്റ്റെപ്പാണ് ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെന്ത് ചെയ്യണം, അതും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബയോ ഇക്വാലൻസ് സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബയോ ഇക്വാലൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഒരു മാക്സിമം ഒരു 5 മാർക്സിന് എന്ത് ചെയ്യണം, ഈ ക്ലിനിക്കൽ ആണെങ്കിലും അതേപോലെ തന്നെ ബയോ ഇക്വാലൻസ് സ്റ്റഡീസ് ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ CDSCO വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മാർക്കിന് 10 മാർക്കിന് 2 മാർക്കിന് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് CDSCO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ CDSC ആണെങ്കിലും സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി ആണെങ്കിലും അതിൻ്റെ ഓർഗനൈസേഷൻ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാതിൻ്റെയും ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിയുടെ ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഹെഡിങ് ഇപ്പോൾ നമ്മൾ CDSCO എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ ഓർഗനൈസേഷൻ എന്നുള്ളൊരു ഹെഡിങ് അതിൽ ഉണ്ടായിരിക്കണം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ്. ഇതൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എല്ലാം യൂണിറ്റ് 3, 4 സ്കിപ്പ് ചെയ്യാനില്ല. എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നിലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. പക്ഷേ യൂണിറ്റ് 3, 4 അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 5 ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. കുറേ പേർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ജനറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എന്തായിക്കാരും എളുപ്പമായിക്കാരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുവിധമൊക്കെ പഠിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്ലാൻ ലൊക്കേഷൻ, ലേഔട്ട്, യൂട്ടിലിറ്റി സർവീസ് ആണ് വരുന്നത്. പിന്നെ മെക്കാനിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, ഫയർ ഹസാർഡ്, ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ്. ഇത്രയും ഹസാർഡ്സും അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 6 ഹസാർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം,
നമുക്ക് ഇതിലൊരു ഏത് ഹസാർഡാണ് പഠിക്കേണ്ടത് അങ്ങനെയൊന്നും നമുക്ക് പറയാമല്ലോ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ 5 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ചിലപ്പം 10 മാർക്കിന് 2 ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഹസാർഡ്സും എഴുതണം. കാരണം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ്, ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മെക്കാനിക്കലി, കെമിക്കലി, ഇലക്ട്രിക്കലി, ഫയർ ഹസാർഡ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ആക്സിഡൻറ്റ് റെക്കോർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ആക്സിഡൻറ്റ് റെക്കോർഡ്സ് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടെക്നോളജി ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, സിലബസ് വരുന്നത്. ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങളൊക്കെ 7th സെം എത്തി, സിലബസിൽ ഇനി ഏത് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, സിലബസ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ എല്ലാം എന്ത് ചെയ്യണം, 5 മാർക്സിന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഞങ്ങളൊക്കെ എപ്പോഴും ഫോളോ ചെയ്തിരുന്ന ഒരു സംഭവമാണത്. എല്ലാം എന്ത് ചെയ്യണം, ഒരു 5 മാർക്സിനെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്ര എഴുതണ്ട, ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ 10 മാർക്സിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 മാർക്സിനെങ്കിലും നമുക്ക് എഴുതാമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എല്ലാ ടോപ്പിക്സും ഒരു 5 മാർക്സിന് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ 7th സെം എത്തിയോണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് അത്യാവശ്യം സ്റ്റാൻഡേർഡിലുള്ള ഒരു ആൻസറിൻ്റെ പ്രസൻറ്റേഷനേക്കാരും യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. നിങ്ങളെ പേടിപ്പിക്കല്ല, പക്ഷേ ഒരു റിയാലിറ്റി പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യണം, 5 മാർക്സിനെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർക്ക് വരുന്ന സമയത്ത് നമ്മളെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ യൂണിറ്റ് ഏത് കളറാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കളേഴ്സ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഏത് യൂണിറ്റിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണിത്. ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിസ്കസ് ദി റോൾ ഓഫ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഇൻ കൺട്രോളിംഗ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരെന്ത് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ടത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നമ്മുടെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷനിൽ CDOCOൻ്റെ റോൾ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഓർഗനൈസേഷൻ, റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓർഗനൈസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇത്രയും കീവേഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മളെ ആൻസറിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇതിനുള്ള ഒരു ആൻസർ അറിയില്ലെങ്കിൽ കൂടി നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെന്ത് ചെയ്യണം, ഹെഡിങ്സ് മസ്റ്റായിട്ടും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം ഈ ഒരു ആൻസർ എഴുതുന്ന സമയത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, ഫസ്റ്റ് വൺ നമ്മൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ CDOCO ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായിരിക്കണം, 10 മാർക്കിന് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് മനസ്സിലാകും, അതാണ് നമ്മളൊരു ആൻസർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്താണോ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അതിനെന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഈവൻ ഇനി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യും, നമ്മൾ ഇവാലുവേറ്റർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ CDSCOൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് എന്താണ് സെൻട്രൽ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ, അതിൻ്റെ DCGI ആണല്ലോ ഹെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി പറയുമ്പോൾ DTAB, DCC അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിന് നമ്മൾ പറയണ്ടല്ലോ എത്ര സോണൽ ഓഫീസേഴ്സ്, സബ് സോണൽ ഓഫീസേഴ്സ്, അതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് അത്യാവശ്യം തന്നെ എഴുതാൻ കിട്ടും. കാരണം എങ്ങനെയാണ് എന്നുള്ളത് എഴുതേണ്ട ആവശ്യമുണ്ടല്ലോ. പിന്നെ ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസും ഇതിലും ഇൻക്ലൂഡഡ് ആവുന്ന ഒരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റീസ്. അതാണ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ എഴുതാം. അപ്പോൾ ഈ സോണൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സബ് സോണൽ ഓഫീസേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ വരുന്നതാണ് നമ്മളെ സെൻട്രൽ ആൻഡ് റീജിയണൽ ഡ്രഗ് ലബോറട്ടറീസ്, അതിലെന്ത് ചെയ്യണം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കണം. അപ്പോൾ അത്രയാണ് എന്ത് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ദെയർ പ്രിവെൻഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ എന്ത് മനസ്സിലാകും, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ്.
അതായത് ഇപ്പോൾ നമ്മൾ ആ യൂണിറ്റ് 5 നമ്മൾ പഠിച്ചത് ഓരോ ഹസാർഡ്സ്, മെക്കാനിക്കൽ, കെമിക്കൽ, ഫയർ ഹസാർഡ്സ്, അങ്ങനെ ഓരോ ഹസാർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻക്ലൂഡിങ് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സും അതിൻ്റെ പ്രിവെൻഷൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്താണ് ഹസാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഗിവൺ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാവുന്ന ഇഞ്ചുറി, അതിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചോദിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഹസാർഡ് എന്ന് എന്ത് ചെയ്യണം, ആദ്യം ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഹസാർഡ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഹസാർഡിനുള്ള ഒരു പ്രിവെൻഷൻ ആണല്ലോ നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത്. അതെന്താണ് സേഫ്റ്റി, എന്താണ് ഹസാർഡ്സ്, എന്താണ്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഡെഫിനേഷൻസ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഏതൊക്കെയാണ് ഹസാർഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഏതൊക്കെയാണ് നമ്മൾ ഹസാർഡ്സ് എന്നുള്ളത്. ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്താലുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേപ്പർ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോണത്. അങ്ങനത്തെ സമയത്ത് ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മനസ്സിലാവുക എന്ത്, നമുക്കറിയാം സമയമില്ലാത്തതിൻ്റെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു ഗുഡ് വേ ഓഫ് പ്രസൻറ്റേഷൻ ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, എന്താണ് ഹസാർഡ് എന്ന് എഴുതി കൊടുക്കാം. അതേപോലെ തന്നെ എന്താണ് സേഫ്റ്റി എന്നുള്ളത് എന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കാതിരിക്കാം. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ദയർ പ്രിവെൻഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം എന്താണ് എല്ലാ ഹസാർഡ്സും എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 6 ഹസാർഡ്സ് ആണ് പഠിക്കാനുള്ളത്. മെക്കാനിക്കൽ ഉണ്ട്, ഫയർ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉണ്ട്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ് അഥവാ ഹെൽത്ത് ഹസാർഡ്സ് എന്നും അതിനെ പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഹസാർഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം ഏതൊക്കെയാണ് ഹസാർഡ്സ് എന്ന് ലിസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ സിലബസിലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് തന്നെയാണ് നമ്മൾ സിലബസിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഓരോ ഹസാർഡ്സ് എടുത്ത് എഴുതുക, അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക, അതേപോലെ തന്നെ അതിൻ്റെ പ്രിവെൻഷൻ എഴുതുക. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രിക്വേഷൻസ് ഒക്കെ പഠിക്കണം. കാരണം ഒറ്റ ടൈപ്പ് ഹസാർഡ്, അതായത് ഈ ക്വസ്റ്റ്യന് പകരം നമുക്ക് എന്ത് ചെയ്യണം, മെക്കാനിക്കൽ ഹസാർഡ് എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രിവെൻഷനും പ്രിക്വേഷനും സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ എല്ലാതും പഠിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ഹസാർഡ്സ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഓരോ ഹസാർഡ്സുമായിട്ട് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ എല്ലാ ഹസാർഡ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. കാരണം 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. 10 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. ക്വാളിറ്റി വേണം, ക്വാണ്ടിറ്റി വേണം. വെറുതെ കുറേ എഴുതിയിട്ട് കാര്യമില്ല, എഴുതുന്ന സാധനത്തിന് ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ് 1 അതായത് പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മളെ യൂണിറ്റ് 1 ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവേ നമ്മൾ എന്ത് ചെയ്യാണ്, 5 മാർക്കിന് തന്നെയാണ് പ്ലാറ്റ്ഫോം ടെക്നോളജി ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യാം, 5 മാർക്കിന് എന്തായാലും ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 5 മാർക്കിന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് എന്ത് ചെയ്യാം, ഡെഫിനേഷൻ എഴുതി കൊടുക്കാം. ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതാണെങ്കിലും ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം എന്ത് ചെയ്യണം, ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി ഇപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറയുകയാണ്, ഈ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു വിചാരിച്ചോ. അങ്ങനെ ടെക്നോളജി ട്രാൻസ്ഫർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് എഴുതുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻക്ക് വരാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാറ്റ്ഫോം ടെക്നോളജി ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തിനാണ് പ്ലാറ്റ്ഫോം ടെക്നോളജി. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ഡിഫറെൻറ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സ്, എക്യുപ്മെൻറ്റ്സ്, അതിനൊക്കെയാണല്ലോ പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് പറയുക. അപ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യകത, അതേപോലെ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. പിന്നെ അപ്ലിക്കേഷൻസ്, ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു 5 മാർക്കിനുള്ള കണ്ടന്റിൻ്റെ ലെവലിന് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഒരു മാക്സിമം ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു 2 പേജ് അല്ലെങ്കിൽ 3 പേജ് മാക്സിമം എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് പക്കായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ദ WHO ഗൈഡ് ലൈൻസ് ഫോർ ടെക്നോളജി ട്രാൻസ്ഫർ. ഇത് ചോദിച്ചിട്ടുണ്ട്, 2 വട്ടമൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ WHO ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം ആ ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. ഇനി ഇൻ കേസ് നമ്മൾ WHO ഗൈഡ് ലൈൻസ് ഒക്കെ എന്തെങ്കിലും പഠിക്കണം. ഇൻ കേസ് നമ്മൾ പഠിക്കാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയുന്നത് അതെന്ത് ചെയ്യാം, നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലെവലിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേക്കാരും അതിനുള്ള എന്തെങ്കിലും ഒരു ഇളവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിന് അവർക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ദി നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ
ഇപ്പോൾ നമ്മൾ എന്താണ് ഹ്യൂമൻസിലുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആനിമൽസിലുള്ള സ്റ്റഡീനെ, അതായത് നമ്മൾ ഹ്യൂമൻസിൽ ട്രയൽ ചെയ്യുന്നതിന് മുന്നേ ആനിമൽസിലുള്ള സ്റ്റഡീനെയാണ് എന്ത് പറയണത്, നമ്മൾ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് അഥവാ പ്രീ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്നും അതിൽ പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണോ അതിൻ്റെ വേറെ എന്തെങ്കിലും നെയിം ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റിന് നമ്മൾ ഓൾറെഡി പ്രീ ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നോക്കുക, അതൊക്കെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യരുത്, നമ്മൾ നോട്ട്സ് മാക്സിമം എല്ലാതും അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ആ യൂണിറ്റ് എല്ലാം 5 മാർക്കിനും 10 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്താണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്ന് എഴുതാം, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ നമ്മൾ കോമ്പണൻസ് പഠിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് ഫാർമക്കോഡൈനാമിക്സ്, ഏതൊക്കെ ഫീൽഡിലാണ് ഇത് ഇൻക്ലൂഡഡ് ആവുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ 3 ടൈപ്സ് വരുന്നുണ്ട്, ഇൻവൈവോ, ഇൻവിട്രോ, അതേപോലെ തന്നെ ഇൻസിലിക്കോ. അത് ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, എങ്ങനെയാണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. എന്താണോ നോൺ ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഫസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് പ്ലാൻ, ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് ഇൻ ഫാർമ ഇൻഡസ്ട്രീസ്. ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ പ്ലാൻ, ലൊക്കേഷനും ഉണ്ട്, അതേപോലെ തന്നെ ലേ ഔട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2.5 രീതിയിൽ വരാനാണ് ചാൻസ് ഉള്ളത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് പ്ലാൻ, ലൊക്കേഷൻ മാത്രം 5 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിന് പഠിക്കേണ്ടായിരിക്കും. പ്ലാൻ, ലേ ഔട്ട് മാത്രം 5 മാർക്കിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മളെ ടൈം മാനേജ്മെൻറ്റും അതേപോലെ തന്നെ നമ്മളെ ആൻസറിൻ്റെ പ്രസൻറ്റേഷൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2.5 വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് എഴുതണം. അപ്പോൾ പ്ലാൻ ലൊക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ പ്ലാൻ ലൊക്കേഷൻ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിന് കൺസിഡർ ചെയ്യേണ്ടതെന്നല്ലേ. എന്ത് ചെയ്യാം, എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു 4 അല്ലെങ്കിൽ 5 എന്ത് ചെയ്യാം. അപ്പോൾ പ്ലാൻ ലൊക്കേഷൻ ആണെങ്കിൽ അതിന് എന്തുണ്ട്, പ്രൈമറി ഫാക്ടേഴ്സും സെക്കൻഡറി ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ രണ്ടൊന്നും എന്ത് ചെയ്യാം, ഒരു 2 അല്ലെങ്കിൽ 2 അല്ല, ഒരു 4 അല്ലെങ്കിൽ 5 വെച്ചിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യുക. ടൈമിനനുസരിച്ചിട്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്ലാൻ ലേ ഔട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു ലേ ഔട്ട് എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു ഫിഗർ ലേ ഔട്ടിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഫിഗർ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാം, എളുപ്പമായിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ലേ ഔട്ടിൻ്റെ പിക്ചർ എന്തായാലും പഠിക്കണം. അതെന്ത് ചെയ്യാം, അങ്ങനെ എഴുതാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് പ്രൊഫഷണൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, പ്രൊഫഷണൽസും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, പകുതി വെച്ച് നിർത്തരുത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് മാത്രമേ നമുക്ക് കാണുള്ളൂ. ഉണ്ടാവാം, ചാൻസ് ഉണ്ട്, ഞാൻ പറയുകയാണ്, അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 8th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് കൊമേഴ്ഷ്യലൈസേഷൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ എഴുതുക, അതായത് ഒരു കൊമേഴ്ഷ്യലി വയബിൾ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ പ്രോസസ്സ്, നമ്മളെ ഇൻവെൻഷൻ അല്ലെങ്കിൽ ക്രിയേഷനെ കൊമേഴ്ഷ്യലി വയബിൾ പ്രോഡക്റ്റ്, സർവീസ് അല്ലെങ്കിൽ പ്രോസസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രോബ്ലംസും 4 പ്രോബ്ലംസ് വരുന്നുണ്ടല്ലോ, അത് എഴുതാം. 5 മാർക്കിനുള്ള ലെവലിൽ എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ആദ്യം എന്ത് ചെയ്യാം, 4 പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പിന്നെ അതെന്ത് ചെയ്യാം, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് TT ഏജൻസീസ് ആണ്. അപ്പോൾ നമ്മൾ TT ഏജൻസീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഏജൻസീസ് എന്ന് പറയുമ്പോൾ ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ആ റെഗുലേറ്ററി ഏജൻസീസ്, അതായത് TT ഏജൻസീസ് ഇൻ ഇന്ത്യ ഉണ്ടല്ലോ, അതന്നെ എഴുതിയാൽ മതി. ബോക്സ് ആക്കിയിട്ട് എഴുതുക. ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന സമയത്ത് ബോക്സ് ആക്കി പഠിക്കുക. അപ്പോൾ ബോക്സ് ആക്കി പഠിച്ചാലുള്ള ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ ബോക്സ് ആക്കി എഴുതുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റേഷൻ നന്നായി പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ബോക്സ് ആക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബോക്സ് ആക്കി എഴുതുന്ന സമയത്ത് നമ്മൾ പേപ്പർ കാണുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് ഒറ്റ പേജിൽ തന്നെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം കണ്ടൻറ്റും ഉണ്ടായിരിക്കും. നമ്മൾ ബോക്സ് ആക്കി എഴുതുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ഉണ്ട്, അതിന് ആൻസർ ചെയ്യുന്നതിന് ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഏജൻസീസ് എഴുതുക. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് പഠിക്കുമ്പോൾ എന്തായാലും പഠിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ ഏജൻസീസ് പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹെഡ് എവിടെയാണെന്നും അതേപോലെ തന്നെ എവിടെയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തായിട്ടുള്ളത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ എന്ത് ചെയ്യാം, റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ് ആക്കുക. ഇനി 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മാം പറയലുണ്ട് എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ്. ഇവിടെയാണ് നമ്മളത് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിറ്റ് 1 വരുന്നതാണ്. അപ്പോൾ നമ്മൾ സോളിഡ്സിൽ വരുന്നതാണ് എന്ത് ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അങ്ങനെയും പറയാം. യൂണിറ്റ് 2 ടെർമിനോളജീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് എടുക്കുന്നുണ്ടല്ലോ, അതിലേതും വരാം. ടെർമിനോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തേക്കാം, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. അത് നമ്മൾ പ്രത്യേകതയാണ്, അത് എന്തായാലും ചോദിക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ് 1 കൂട്ടാം, അതേപോലെ തന്നെ നമുക്ക് ടെർമിനോളജിയിലും കൂട്ടാവുന്ന ഒരു സാധനമാണ് ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് വാരിയബിളിനെ നമ്മൾ ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റേഴ്സ് എന്ന് പറയും. രണ്ടും സെയിം ആണ്. അതുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫൈനൽ പ്രോഡക്റ്റിനെ എഫക്റ്റ് ചെയ്യണ എന്തെങ്കിലും മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ വേരിയബിൾസ്, ഈ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് വേരിയബിൾ അഥവാ ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ 2 മാർക്സിന് ഇങ്ങനത്തെ ഡെഫിനിഷൻസ് ഒക്കെ എത്ര നോക്കിയിട്ടുണ്ടെങ്കിലും ഇതന്നെ ചോദിക്കണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് 2 മാർക്സ് എന്ത് ചെയ്യാം, നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാതിരിക്കാം. അപ്പോൾ അതാണ്. ഇനി എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഓഫ് ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്, അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ്. അപ്പോൾ ഇനി നെക്സ്റ്റ്, അതായത് മേലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചിട്ട് നമ്മൾ 2 ലൈനിൽ നിർത്തരുത്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്സ് കിട്ടും. കിട്ടാനും എളുപ്പമാണ്, പോകാനും എളുപ്പമാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് 2 മാർക്സും കിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ 2 മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാക്സിമം ഒരു ഹാഫ് പേജ് നമ്മൾ അല്ലെങ്കിൽ 1 പേജ് അതെന്തായാലും 2 മാർക്സിന് എഴുതിയിട്ടുണ്ടായിരിക്കണം. ചിലവർ പൊതുവേ കാണുന്ന ഒരു ടെൻഡൻസിയാണ് 2 മാർക്സ് എന്ന് പറയുമ്പോൾ 2 ലൈൻ എഴുതി നിർത്തുന്നത്. അങ്ങനെ ചെയ്യരുത്. ടൈം മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, 2 മാർക്സ് അത്യാവശ്യം എഴുതണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, എന്താണ് ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്, ഡെഫിനേഷൻ ഉണ്ടല്ലോ, എന്താണ് ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസിന് ഇൻക്ലൂഡ് ആക്കി കൊടുക്കാം. ഇനി ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ് വരുന്ന സമയത്ത് നമുക്കറിയാം ക്ലിനിക്കൽ സ്റ്റഡി, ഹ്യൂമൻസിലുള്ള സ്റ്റഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത്. എന്താണ് ക്ലിനിക്കൽ ട്രയൽസ് എന്ന് എഴുതുക. അതിൻ്റെ 4 ഫേസ് ഉണ്ടല്ലോ, ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4. അത് ഏത് സ്റ്റഡിയിലാണ്, അതായത് ഇപ്പോൾ ഫേസ് 1 ആണെന്നുണ്ടെങ്കിൽ ഏതിനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഏതാണെന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് എഴുതി കൊടുക്കാം. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ് ആണ് എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ, ഏതൊക്കെയാണ് ഫേസ് എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ബയോ ഇക്വാലൻസ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഡിസൈൻസ്. ഇത് ഇങ്ങനെ ബയോ ഇക്വാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിലബസിൽ ഇല്ലല്ലോ, പക്ഷേ ഇത് നമ്മളെ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ ഒരു ഇൻക്ലൂഡഡ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻക്ലൂഡഡ് എന്ന് വെച്ചാൽ അതിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ബയോ ഇക്വാലൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ നോട്ടൊക്കെ തരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തരുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ബയോ ഇക്വാലന്റ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഡിസൈൻസ് നോക്കാം. പിന്നെ ഡിഫൈൻ NDA, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്താണെന്ന് എഴുതാം, എന്താണ് അതിൻ്റെ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻസ് എന്ന് എഴുതാം. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ടൈപ്സ് ഉണ്ടെങ്കിൽ ടൈപ്സ്, അല്ലെങ്കിൽ സ്കോപ്പ്, എന്തെങ്കിലും ഒരു 2 മാർക്സിന് ഉള്ള എന്തെങ്കിലും എന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് വൺ ആക്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ യൂണിറ്റ് 5 നമ്മളെ ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഇഞ്ചുറീസിൻ്റെ ഒക്കെ റെക്കോർഡിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആക്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഡിഫൈൻ COPP എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആണ്. അതെന്ത് ചെയ്യാം, അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. അതേപോലെ തന്നെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ടൈപ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, എന്തായാലും എന്തെങ്കിലും ഒന്ന് പർപ്പസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇൻക്ലൂഡഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ ഓഫ് CTD, കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്. കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ട്രയാങ്കിൾ ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചർ ആ ട്രയാങ്കിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതാം. എന്താണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് എന്ന് എഴുതാം. ആ ട്രയാങ്കിൾ എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാം. ഇറ്റ്സ് എനഫ് ഫോർ 2 മാർക്സ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ ക്രിട്ടിക്കൽ മാനുഫാക്ചറിങ് സ്റ്റെപ്പ് ഇൻ ഡയറക്റ്റ് കംപ്രഷൻ ഓഫ് ടാബ്ലറ്റ് ഡോസേജ് ഫോംസ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സിൽ സോളിഡ്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ടാബ്ലറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റെപ്സ്, അതായത് ഡയറക്റ്റ് കംപ്രഷനിലുള്ള മാനുഫാക്ചറിങ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ സിലബസിൽ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സ്കോപ്പ് എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചിട്ട് ഉണ്ടായിരിക്കണം. കാരണം നമ്മളൊരു ടോപ്പിക്ക് പുതിയതായിട്ടൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ വരുന്നതാണ് എന്ത്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ പൈലറ്റ് പ്ലാന്റ് സ്കെയിലപ്പ് ടെക്നിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ കുറേ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ടല്ലോ. അതായത് നമ്മളെ പ്രൊഡക്ഷൻ പ്രോസസ് കൺട്രോളിനുള്ള സ്ട്രാറ്റജീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മാസ്റ്റർ മാനുഫാക്ചറിങ് ഫോർമുല ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. എന്ത് ചെയ്യുക, മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 6 എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതാണ് എന്ത് ഈ ഒരു പേപ്പറിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പേപ്പേഴ്സ് നോക്കാം. നെക്സ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, write a note on the historical overview of regulatory affairs, regulatory authorities and their roles and responsibilities in controlling introduction of newer drug molecules. ഒരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ ഹിസ്റ്ററി പൊതുവേ സ്കിപ്പ് ചെയ്യണ പോലെ ഇവിടെ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം,
ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ ഹിസ്റ്ററി എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ ഇതൊരു 5+2.5 2.5 ഡിസ്ട്രിബ്യൂഷൻ ആയിക്കാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതാണ്ട്. ഒന്ന് ഹിസ്റ്ററി എഴുതാണ്ട്, അതേപോലെ തന്നെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എഴുതാണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹിസ്റ്ററി നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ഫോർമാറ്റിൽ വേണമെങ്കിൽ എഴുതാം. മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഏതാണ് ഇയർ എന്നും അതേപോലെ തന്നെ ഏത് ആക്ട് ആണെന്നും അതിൻ്റെ എന്താണ് ആ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ ഫോർമാറ്റിൽ എഴുതാം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ റെഗുലേറ്ററി അഫയേഴ്സിൻ്റെയും അതേപോലെ തന്നെ റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് റെഗുലേറ്ററി അഫയേഴ്സ്, ഇത് ഏത് ടോപ്പിക്സ് തന്നെ റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3rd യൂണിറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്താണ് റെഗുലേറ്ററി അഫയേഴ്സ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഡെഫിനേഷൻ കൊടുത്തിട്ട് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ദി പ്ലാൻ, ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ആൻഡ് അതർ റിക്വയർമെൻറ്റ് ഫോർ സ്റ്റാർട്ടിങ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അതായത് ഇവിടെ നമുക്ക് എന്തുണ്ട്, പ്ലാൻ, ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ്, അതായത് യൂട്ടിലിറ്റീസ് ആൻഡ് സർവീസസ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൂൾ ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യൂല, ആ ക്വസ്റ്റ്യൻ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി നല്ല ടെൻഷനിലേക്കാരുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വായിക്കുക, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വായിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ പേപ്പറിൻ്റെ ബാക്കിൽ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പം തന്നെ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിൽ എഴുതാം. ലാസ്റ്റ് അത് വായിക്കണം, ഇറേസ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സിമ്പിളാണ്. പ്ലാൻ, ലൊക്കേഷൻ എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്, ലേഔട്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കി കൊടുക്കുക, ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് ഫോർ സ്റ്റാർട്ടിങ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. കുറേ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ടൈം മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്ലാൻ, ലൊക്കേഷനും അതേപോലെ തന്നെ ലേഔട്ടും പിന്നെ യൂട്ടിലിറ്റീസ് ആൻഡ് സർവീസസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അത് ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് കെമിക്കൽ ഹസാർഡ്സ് ആൻഡ് ദെയർ പ്രിവെൻഷൻസ്. ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ഏതൊക്കെയാണ്. ഇവിടെ നമുക്ക് കെമിക്കൽ ഹസാർഡ്സ് എന്ത് ചെയ്തു, എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് ചോദിച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഹസാർഡ്സ് എന്നുള്ള ഡെഫിനേഷൻ കൊടുക്കുക, ഹസാർഡ്സ് എന്താണെന്ന് ഡെഫിനേഷൻ കൊടുക്കുക. നെക്സ്റ്റ് വൺ കെമിക്കൽ ഹസാർഡ് എന്താണെന്ന് എഴുതാം, അതിൻ്റെ പ്രിക്വേഷൻസ് എഴുതാം, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്രിവെൻഷൻ എഴുതാം. ഇനി പ്രിക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല, കാരണം പ്രിവെൻഷൻ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ചോദിച്ചിട്ടുള്ള കാരണം പ്രിവെൻഷൻ എഴുതാം. അപ്പോൾ ഈ പ്രിവെൻഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു ഹെഡിങ് അവരെന്താണോ ചോദിച്ചിട്ടുള്ള കീവേഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരണം എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് സുപാക് ഗൈഡ് ലൈൻസ്. നമ്മളെ യൂണിറ്റ് 1 വരുന്നതാണ്. സ്കെയിൽ അപ്പ് ആൻഡ് പോസ്റ്റ് അപ്രൂവൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപാക് ഗൈഡ് ലൈൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് സുപാക് ഗൈഡ് ലൈൻസ് എന്ന് എഴുതാം, അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് എഴുതാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ലെവൽസ് വരുന്നുണ്ടല്ലോ, നമ്മൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ അതിൻ്റെ കോമ്പണൻസ് വരുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൽ വരിക എന്നുള്ളതിൻ്റെ കോമ്പണൻസ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയണത്, അത് അത്യാവശ്യം എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സുപാക് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗൈഡ് ലൈൻസിൽ എന്തൊക്കെയാണ് പറയണമെന്ന് എഴുതാം. പിന്നെ അതേപോലെ തന്നെ 4 ലെവൽ ഓഫ് ചേഞ്ചസ് വരുന്നുണ്ടല്ലോ, അതായത് കോമ്പണൻസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ചേഞ്ച്, പിന്നെ അതേപോലെ തന്നെ സൈറ്റ് ചേഞ്ച്, പിന്നെ ബാച്ച് സൈസിലുള്ള ചേഞ്ച്, മാനുഫാക്ചറിങ് ചേഞ്ചസ്, അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമ്മൾ ടൈമിനനുസരിച്ചിട്ട് ഡീറ്റെയിൽ ചെയ്ത് എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ നോക്ക്, ഗ്രാനുലാരിറ്റി ഓഫ് ടി പ്രോസസ്സ്. നമ്മൾ സിലബസ് നോക്കാതെയാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യുക, നമുക്കറിയില്ല എന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഗ്രാനുലാരിറ്റി ഓഫ് ടി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവില്ല. ഇവിടെയാണ് നമ്മളെ സിലബസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ സിലബസിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത് എന്നുള്ളത്, API എക്സിബിയൻസ്, അങ്ങനെ ഏതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതാം. ഇനി നെക്സ്റ്റ് വൺ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, പ്ലാറ്റ്ഫോം ടെക്നോളജി. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടായിരുന്നു, പ്ലാറ്റ്ഫോം ടെക്നോളജി ഉണ്ടായിരുന്നു. ഇതിലും 5 മാർക്സിന് എന്തുണ്ട്, പ്ലാറ്റ്ഫോം ടെക്നോളജി. അവിടെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനേഷൻ എഴുതാം, അതിൻ്റെ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് അങ്ങനെ എന്ത് ചെയ്യാം, ഒരു 5 മാർക്സിനുള്ള രീതിയിൽ എഴുതാം. ഇനി നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ് ഇൻ ഇന്ത്യ. നമ്മുടെ യൂണിറ്റ് 4 വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, നമ്മുടെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് എന്നുള്ളതിൻ്റെ ഒരു എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ അതിനൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്, ലാസ്റ്റിൽ എന്ത് ചെയ്യണം, ആ ഫ്ലോ ചാർട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ നമ്മൾ എന്ത് എഴുതുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഒരു ലാസ്റ്റിൽ എന്ത് ചെയ്യണം, ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമ്മളതിനെ കൊടുക്കണം. അങ്ങനെ ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്താലുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരു പ്രോസസ്സ്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ് ഇങ്ങനെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ അതിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അപ്രൂവൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. യൂണിറ്റ് 4 പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് യൂണിറ്റ് 3യും യൂണിറ്റ് 4ഉം ഈ ഒരു ടോപ്പിക് പഠിക്കാതെ യൂണിറ്റ് 3യും 4ഉം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒക്കെ സെയിം കാര്യങ്ങളാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ റോൾ ഓഫ് TBSE ഇൻ ടെക്നോളജി ട്രാൻസ്ഫർ. ടെക്നോളജി ട്രാൻസ്ഫറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, TBSE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഏജൻസിയിൽ വരുന്ന ഒരു ഏജൻസിയാണ് ഈ TBSE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടെക്നോളജി ബ്യൂറോ TBSE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടെക്നോളജി ബ്യൂറോ ഫോർ സ്മോൾ എൻ്റർപ്രൈസസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി നമ്മളിത് 2 മാർക്സിനേക്കാളും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അതായത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്താണ് അതിൻ്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും, കീ ഫങ്ഷൻസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് എഴുതുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് 5 മാർക്കിനുള്ളത് ഇല്ലല്ലോ, കാരണം നമ്മൾ അതിനുള്ളത് പഠിച്ചില്ല. നമ്മൾ 2 മാർക്സ്, അതായത് ഒരു ഏജൻസി എല്ലാതും കൂടി 5 മാർക്കിന് എഴുതാണ്ടാവും. പക്ഷെ ഒരു ഏജൻസി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് എന്തുണ്ടായിരിക്കില്ല, 5 മാർക്കിന് എഴുതാനുള്ളത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഉള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതാക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ടെക്നോളജി ട്രാൻസ്ഫറിന് ഡെഫിനേഷൻ കൊടുക്കുക, എന്താണ് TBSE അതിൻ്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. കീ ഫങ്ഷൻസ് എന്ത് ചെയ്യാം, എഴുതാം. കീ ഫങ്ഷൻസ് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു 4 അല്ലെങ്കിൽ 5 ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം ഒരു കണ്ടന്റ് ആകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മളടുത്ത് കണ്ടന്റ് ഇല്ലാത്ത പക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടന്റ് കൂട്ടാൻ വേണ്ടി നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതി എന്താണ് ഏജൻസി, TBSE ഫുൾ ഫോം എഴുതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഓവർവ്യൂ എഴുതി, കീ ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 2.5-നുള്ളത് അയക്കണം. ഇനി പക്ഷെ നമുക്ക് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവരുത്, കാരണം ചിലപ്പം ഈ ഒരു പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനേക്കാരും നമുക്ക് അറിയാത്തുണ്ട്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്കറിയാം. സോ ഇത് നമ്മൾ അതിന് ബോധറാവേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് എഴുതാം. ഏതൊക്കെയാണ് നമ്മൾ TT ഏജൻസീസ് പഠിച്ചിട്ടുണ്ടല്ലോ, ഏതൊക്കെയാണെന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യാം, എന്താണ് TBSE എന്ന് എഴുതാം. അതിൻ്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫംഗ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ 5 മാർക്സ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്തല്ലോ, അങ്ങനെ എഴുതുമ്പോൾ അത് ഫംഗ്ഷൻസ് ആയി. ഇനി നെക്സ്റ്റ് വൺ നോക്കി നോക്കൂ, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CDSEO. നമ്മളെ സിലബസിൽ പറയുന്നുണ്ട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, 10 ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. എന്താണ് CDSEOൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിൻ്റെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ എന്ത് ചെയ്യാം, നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള വേർഡ് എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കി നോക്ക്, ഇനി 2 മാർക്സിലേക്ക് പോകാം. 2 മാർക്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഓപ്പറേഷൻസ് ഇൻവോൾവ്ഡ് ഇൻ പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ഫോർ സോളിഡ് ഡോസേജ് ഫോം. നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാം, നമ്മൾ ജനറൽ കൺസിഡറേഷൻസ് പഠിക്കണ്ടല്ലോ. ജനറൽ കൺസിഡറേഷൻ പറയുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് തന്നെയല്ല. അപ്പോൾ എന്ത് ചെയ്യാം, അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് എന്ന് എഴുതുക. അതായത് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുക. ദെൻ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ അത് എഴുതാം. ഇനി ഡിഫൈൻ ടെക്നോളജി ട്രാൻസ്ഫർ. ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ഡെഫിനേഷൻ എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഡെഫിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഡെഫിനേഷൻ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ പഠിക്കുക. ഇനി നെക്സ്റ്റ് ഉണ്ട്, വീണ്ടും ചോദിച്ചു ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ് ഏതൊക്കെയാണ്, എന്താ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് എഴുതാം. 4 ഫേസസ് എന്തൊക്കെയാണെന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ, ഇന്നൊവേഷൻ ആൻഡ് ഇൻവെൻഷൻ. നമ്മൾ നേരത്തെ പോലെ തന്നെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ് വേരിയബിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്നൊവേഷൻ ആൻഡ് ഇൻവെൻഷൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ ചിലപ്പോൾ നമുക്ക് അറിയുന്ന ഡെഫിനേഷൻ ആയിക്കൊള്ളണമെന്നില്ല എന്ന് കരുതി അത് ആൻസർ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് വെച്ചിട്ട് ആൻസർ ചെയ്യുക. മാക്സിമം ഇപ്പം നമ്മൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും 2 മാർക്സിൻ്റെ ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം എല്ലാം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ അറിയണത് അത് എഴുതാം. ഇപ്പോൾ ഇവിടെ ഇന്നൊവേഷൻ ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ, ഇൻവെൻഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ പുതുതായിട്ട് ഒരു സാധനം കണ്ടുപിടിക്കുകയാണ്, അതിനാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള സാധനത്തിൽ ന്യൂറായിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻവെൻഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, പഠിക്കാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ് ആണ്. നമ്മളെ യൂണിറ്റ് 2 വരുന്നതാണ് ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ്. ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ഇനി ഡിഫൈൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഡെഫിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു എന്താണ്, ഇപ്പോൾ നമ്മളെ യൂണിറ്റ് 3 വരുന്നതാണ് എന്ത് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡെഫിനേഷനായിട്ട് പറയുന്നില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം.
ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടിഫാക്ട്. എഗെയിൻ നമ്മളെ TT ഏജൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ നമുക്ക് 2 മാർക്സിന് എഴുതിയാൽ മതി. എന്താണ് ടിഫാക്ടിന് എഴുതാം. ടെക്നോളജി ഇൻഫോർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ. അതിലെ ടെക്നോളജി ടിഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എഴുതാം. അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് എഴുതാം. അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ഏരിയാസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ആക്കി കൊടുക്കാം. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ COPP സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യാം, എഴുതുന്ന സമയത്ത് COPP സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഡെഫിനീഷൻ എന്താണെന്ന് എഴുതാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്കോപ്പ് എന്താ വെച്ചാൽ അത് എഴുതാം. ഇനി സ്റ്റെപ്സ് ഓഫ് ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ്. നമ്മൾ യൂണിറ്റ് 4 തോന്നുന്നു, യൂണിറ്റ് 3 ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഫ്ലോ ചാർട്ട് രൂപത്തിൽ എന്ത് ചെയ്യാം, ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എഴുതി കൊടുക്കാം. അഗെയിൻ CTDയുടെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. CTD 5 മാർക്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് CTD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനേഷൻ എഴുതാം. ആ CTDയുടെ ട്രയാങ്കിൾ ഉണ്ടല്ലോ അത് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് വൺ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ജനറൽ കൺസിഡറേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പേഴ്സണൽ റിക്വയർമെൻറ്റ്സ്, സ്പേസ് റിക്വയർമെൻറ്റ്സ് ഓഫ് പൈലറ്റ് പ്ലാന്റ് സ്കെയിൽ അപ്പ് ടെക്നിക്സ്. നമ്മളെന്താണ് യൂണിറ്റ് 1 നമ്മൾ ജനറൽ കൺസിഡറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ സ്പേസ് റിക്വയർമെൻറ്റ്സിന് മാത്രം 10 മാർക്കിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് പൈലറ്റ് പ്ലാന്റ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്ത് ചെയ്യണം, എന്തായാലും ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കുക. എന്താണ് ഡെഫിനേഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, സ്കോപ്സ് അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ദെൻ നമ്മൾ ആ ക്വസ്റ്റ്യൻക്ക് വരിക. എന്താണ് പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ സ്പേസ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ WHO ഗൈഡ് ലൈൻസ്, ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ WHO ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യാം, എഴുതുക. അതിൽ നമ്മൾ ഡെഫിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൊടുക്കണം. എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് കൊടുക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, കൊടുക്കുക. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ടു ദി ക്വസ്റ്റ്യൻ, WHO ഗൈഡ് ലൈൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ഫോർ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് എഴുതാം. അതിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആവണമെന്നുള്ളത്. അതിൻ്റെയാണ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലൊക്കേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ പ്ലാൻ ലൊക്കേഷനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പ്ലാൻ ലൊക്കേഷൻ എന്ന് എഴുതാൻ നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി ഫാക്ടേഴ്സും സെക്കൻഡറി ഫാക്ടേഴ്സും ഉണ്ട്. ഏതൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, ഒറ്റ ക്വസ്റ്റ്യനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് പ്രൈമറി ഫാക്ടേഴ്സ്, ആദ്യം എന്താണ് നമ്മളെ ലൊക്കേഷൻ എന്ന് എഴുതി കൊടുക്കാം. ദെൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി സെക്കൻഡറി ഉണ്ട്. ഏതൊക്കെയാണ് പ്രൈമറി ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ അപ്രൂവ്ഡ് റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ഏജൻസീസ്. ഇവിടെയാണ് നമ്മളെ യൂണിറ്റ് 2 സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെയാണ് റെഗുലേറ്ററി ബോഡീസ് ആൻഡ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, റെഗുലേറ്ററി ബോഡീസ് എന്ത് ചെയ്യാം, എന്താണ് റെഗുലേറ്ററി, അതായത് ഏതൊക്കെയാണ് റെഗുലേറ്ററി ബോഡീസ് എന്നും അതിൻ്റെ ഫംഗ്ഷൻസും പഠിക്കുക. ഏജൻസീസ് എന്ത് ചെയ്യാം, നമ്മൾ TT ഏജൻസീസ് തന്നെ ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. പഠിക്കാം, നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരികയാണ്, ഈ ഏജൻസീസ് എന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡെഫിനേഷൻ എഴുതാം, എന്താണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻ്റ് എന്ന് എഴുതാം. മെയിനായിട്ട് അതിൽ അതിൻ്റെ ഏതൊക്കെ കണ്ടന്റ് അല്ലേ വരുന്നത്, അതായത് മൊഡ്യൂൾ 1 എന്ത് പറയുന്നു, 2 3 4 എന്താ പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ആക്കി കൊടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെ കണ്ടന്റ് എഴുതുന്നതിന് മുന്നേ CTDയുടെ ട്രയാങ്കിൾ ഇൻക്ലൂഡ് ആക്കുക. ദെൻ എന്ത് ചെയ്യാം, ഓരോ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പറയണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. മെൻഷൻ സം ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് ഓഫ് പ്ലാറ്റ്ഫോം ടെക്നോളജി. വീണ്ടും പ്ലാറ്റ്ഫോം ടെക്നോളജി 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിലബസിൽ ജസ്റ്റ് നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷൻ ടു പ്ലാറ്റ്ഫോം ടെക്നോളജിയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അതായത് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൈപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അതൊക്കെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ക്വസ്റ്റ്യൻ ആയി തോന്നുന്നു ഹിസ്റ്ററി കാണുന്നു. നമ്മൾ എന്ത് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ. ആദ്യം എന്താണ് റെഗുലേറ്ററി അഫയേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ഹിസ്റ്ററി എന്ത് ചെയ്യാം, എഴുതാം. ഇനി എക്സ്പ്ലെയിൻ APC TT ആൻഡ് BCIL. ഇത് 2 ഏജൻസീസാണ്, നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസീസ് ഇന്ത്യയിൽ വരുന്ന 2 ഏജൻസീസാണ്, APCTDയും അതേപോലെ തന്നെ BCILഉം. അപ്പോൾ എന്ത് ചെയ്യാം, രണ്ടിൻ്റെയും ഫുൾ ഫോം എന്താണെന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം 2.5 വയ്ക്കാരും. അപ്പോൾ ഫുൾ ഫോം എന്താണെന്ന് എഴുതി കൊടുക്കാം, എന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഓവർവ്യൂ എഴുതാം. അതിനുശേഷം രണ്ടിൻ്റെയും ഫങ്ഷൻസ് എന്ത് ചെയ്യാം,
എഴുതി കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 2.5 2.5 അല്ല 5 മാർക്സിനുള്ള ആൻസറായി. ദെൻ നെക്സ്റ്റ് 2 മാർക്സ് നോക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ് റെക്കോർഡ്സ് എന്താ, NDA എന്താ, ആക്സിഡൻറ്റ് റെക്കോർഡ്സ് എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ അതിലെന്താണ് കണ്ടൻസ്, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം എഴുതാം. എന്തെങ്കിലും ഒരു 2 മാർക്സിന് നമ്മൾ ചോദിച്ചതല്ലാതെ എന്തെങ്കിലും എഴുതാം. ഇനി NDA എഴുതുന്ന സമയത്ത് ഡെഫിനീഷൻ വേണം, ടൈപ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മളെ യൂണിറ്റ് 2 വരുന്ന ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻ്റ് ആണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നുണ്ട്, അത് എഴുതാം. ഡിഫൈൻ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അഗെയിൻ രണ്ടാമത്തെ തൊട്ടാണ് ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുന്നത്. 2 മാർക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ഫയർ ഹസാർഡ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ഹസാർഡ് എന്ന് എഴുതി കൊടുക്കാം, ഫയർ ഹസാർഡ്സിൻ്റെ ഡെഫിനേഷൻ എഴുതാം, ജസ്റ്റ് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 പ്രിവെൻഷൻ എഴുതി കൊടുക്കാം. പിന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ് എന്താണെന്ന് എഴുതാം, അതിൻ്റെ 2-3 പ്രിവെൻഷൻ എഴുതി കൊടുക്കാം. ഇനി വാട്ട് ആർ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ്, ഇത് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, എന്തൊക്കെ എഴുതും, കാരണം നമ്മളത് ഒരു 5 മാർക്സ് അല്ലെങ്കിൽ 10 മാർക്സിനുള്ള ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, അത് ആ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ അത് എഴുതി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സിഗ്നിഫിക്കൻസ് ഓഫ് സുപാക് ഗൈഡ് ലൈൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോസസ് ലേഔട്ട് ആൻഡ് പ്രോഡക്റ്റ് ലേഔട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം, കാരണം ഇതൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടത് എന്നുള്ളത്. ഇനി ലിസ്റ്റ് ഔട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് പ്രൊഫഷണൽസ്. ആദ്യം എന്ത് ചെയ്യുക, എന്തൊക്കെയാണ്, അതായത് റെഗുലേറ്ററി അഫയേഴ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ റെസ്പോൺസിബിലിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇനി ഇവിടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം എഴുതാണ്ടല്ലോ. ദെൻ ഡിഫൈൻ കൊമേഴ്ഷ്യലൈസേഷൻ, എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് എഴുതുക, എന്താണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് എന്ത് ചെയ്യാം എഴുതാം. ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ടെക്നോളജി ട്രാൻസ്ഫർ ഫ്രം R&D ടു പ്രൊഡക്ഷൻ. നമ്മുടെ ടെക്നോളജി ട്രാൻസ്ഫറിലെ 3 ടോപ്പിക്സാണ് 10 മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യനായി ഇവിടെ, കാരണം ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ 5 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ നമ്മളെ ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ് 5 മാർക്കാണ്. അതേപോലെ തന്നെ നമ്മൾ R&D ടു പ്രൊഡക്ഷൻ 5 മാർക്സാണ്. അപ്പോൾ ടൈം മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ട് വേണം നമ്മളിതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ജനറൽ കൺസിഡറേഷൻസ് ഓഫ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ടെക്നിക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ലിക്വിഡ് ഓറൽ ഫോംസ് വിത്ത് റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ. നമ്മളെ യൂണിറ്റ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ഓറൽസ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ എന്ത് സസ്പെൻഷൻ, എമൽഷൻ, സൊല്യൂഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. പിന്നെ റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ അതിൽ വരുന്നത് തന്നെയാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം ഇൻക്ലൂഡഡ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ എനി 2 ഹസാർഡ്സ് ആൻഡ് ദെയർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി മെഷേഴ്സ്. നമ്മളെ യൂണിറ്റ് 5 ഒരു ക്വസ്റ്റ്യൻ ആണ്, എനി 2 ഹസാർഡ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടില്ല, ഇവിടെയാണ് നമ്മൾ സ്കിൽ എടുക്കേണ്ടത്. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള 2 ഹസാർഡ്സ് എഴുതാം. ആദ്യം എന്താണ് ഹസാർഡ്സ് എന്ന് എഴുതാം, വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, ഏതൊക്കെ ഹസാർഡ്സ് ആണെന്നുള്ളത് എന്ത് ചെയ്യാം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള 2 ഹസാർഡ്സ് എഴുതാം, അതിൻ്റെ പ്രിവെൻഷൻസ് എന്ത് ചെയ്യാം എഴുതാം, അതായത് സേഫ്റ്റി മെഷേഴ്സ് തന്നെയാണല്ലോ എഴുതാം. പിന്നെ സുപാക് ഗൈഡ് ലൈൻസ് 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CDSCO, കാരണം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സിലബസിൽ ഓർഗനൈസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ്സ് ആൻഡ് MOU എന്ന് പറയുമ്പോൾ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യൂണിറ്റ് 2 വരുന്നതാണ്. അപ്പോൾ 2.5 ആണ്, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഇതിന് ആൻസർ എഴുതാം. Explain again question. Explain granularity of TT process involved in technology development and transfer. അതായത് നമ്മളെ ഗ്രാനുലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിലൊരു 4 ടോപ്പിക്സ് വരുന്നുണ്ടല്ലോ ഇൻക്ലൂഡഡ് ആക്കേണ്ടത്, നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതെന്ത് ചെയ്യാം ഇൻക്ലൂഡ് ആക്കി എഴുതി കൊടുക്കാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതെന്ത് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചുള്ളത് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റ പ്രസൻറ്റേഷൻ ഫോർ FDA സബ്മിഷൻ, എഗെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ പ്രസൻറ്റേഷൻ ഫോർ FDA സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, അത് ടെക്സ്റ്റ് എക്സ്പോസിഷൻ, അതേപോലെ തന്നെ ടാബുലർ പ്രസൻറ്റേഷൻ, എന്തൊക്കെയാണ് നമ്മൾ FDAക്ക് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ഡാറ്റാസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ്,
അപ്പോൾ ആ ഒരു യൂണിറ്റ് നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും 5 മാർക്കിനുള്ളതുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കൺസൈസ് ചെയ്തിട്ട് എഴുതാം. ഡെഫിനീഷൻ എല്ലാത്തിലും എന്ത് ചെയ്യണം, ഡെഫിനീഷൻ ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഡെഫിനീഷൻ എഴുതാം, അഗെയിൻ അതിൻ്റെ ടൈപ്പ് എഴുതാം, പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്കോപ്പ് എന്ത് ചെയ്യാം, എഴുതാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഔട്ട് മേജർ യൂട്ടിലിറ്റീസ് ആൻഡ് സർവീസ് സിസ്റ്റംസ് യൂസ്ഡ് ഇൻ ഫാർമ ഇൻഡസ്ട്രീസ്. നമുക്കറിയാം എന്തൊക്കെയാണ് വാട്ടർ, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ ഓരോ യൂട്ടിലിറ്റീസ് ആൻഡ് സർവീസസ് ഉണ്ട്. എന്ത് ചെയ്യാം, അതെന്തൊക്കെയെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷേഴ്സ് ആൻഡ് NDA. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷനിൽ എന്തുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, അത് ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ എഴുതി കൊടുക്കുക. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷേഴ്സിൻ്റെ ഡെഫിനേഷൻ എഴുതുക, NDAയുടെ ഡെഫിനേഷൻ എഴുതുക, രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഡിഫൈൻ, ടിഫാക് ആൻഡ് TBSE നമ്മളെ TT ഏജൻസിയിൽ വരുന്നതാണ്. അതിൻ്റെ ഫുൾ ഫോം എഴുതുക, അതിൻ്റെ റോൾ എന്താണെന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ്. നേരത്തെ കുറച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഫ്ലോ ചാർട്ട് രൂപത്തിൽ എന്ത് ചെയ്യാം, എഴുതി കൊടുക്കുക. വീണ്ടും ലിസ്റ്റ് ഔട്ട് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഓഫ് CTD എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമ്മളെ ടാബിൾ അതായത് ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. ഇനി എന്തൊക്കെയാണ് IND ജനറൽ കൺസിഡറേഷൻസ് എന്നത് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി കൊടുക്കാം. അതായത് അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക, എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നുണ്ടല്ലോ, അതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫോർമാറ്റ് ഓഫ് COPP ആണ്, അതായത് എങ്ങനെയാണ് COPPൻ്റെ ഒരു മോഡൽ ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് എഴുതി കൊടുക്കുക. പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഡിഫൈൻ ചെയ്യാൻ ഡെഫിനേഷൻ എഴുതി കൊടുക്കുക. ദെൻ അതിൻ്റെ 5 മാർക്സിന് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. എക്സലൻറ്റ് റെക്കോർഡ്സ് എന്താണെന്ന് എഴുതാം. അതേപോലെ തന്നെ സ്കെയിൽ അപ്പ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെയിൽ അപ്പ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്ത് ചെയ്യണം, എഴുതി കൊടുക്കുക. ഫ്ലോ ചാർട്ട് രൂപത്തിൽ എന്ത് ചെയ്യാം, സ്കെയിൽ അപ്പ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതായത് എങ്ങനെയാണ് നമ്മൾ എക്കണോമിക്കൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ രീതിയിൽ ചെയ്യണം. പിന്നെ ആദ്യം ലാബ് സ്കെയിൽ ചെയ്യുക, അതിനുശേഷം നമ്മുടെ ലാബ് സ്കെയിൽ ആണ് ബട്ട് മാനുഫാക്ചറിങ് അല്ലാത്ത രീതിയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെവലിൽ ചെയ്യാൻ അങ്ങനത്തെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യാം, ഇൻക്ലൂഡഡ് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പൈലറ്റ് പ്ലാന്റ് സ്കെയിൽ അപ്പ് ടെക്നിക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സെമി സോളിഡ് ഡോസേജ് ഫോം വിത്ത് റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ. നേരത്തെ നമ്മൾ ലിക്വിഡ് ഓറൽസ് ആണ് പറഞ്ഞത്, സെയിം രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെയും ആൻസർ ചെയ്യേണ്ടത്. വീണ്ടും WHO ഗൈഡ് ലൈൻസ്, ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ WHO ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപാക് ഗൈഡ് ലൈൻസ് 5 മാർക്സിന് എന്ത് ചെയ്യാം, എഴുതാം. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ CDSE ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ്, ഇവിടെയാണ് നമ്മൾ സിലബസിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. അതായത് നമ്മളത് 2 മാർക്സിന് പഠിച്ചിട്ട് കാര്യമില്ല, കാരണം അത് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒരു 10 പോയിൻറ്റ്സ് ആയിട്ടാണ് പഠിച്ചു വിചാരിച്ചോ, 10 പോയിൻറ്റ്സേ നമുക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിനുള്ള പോയിൻറ്റ്സിന് എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. നമുക്ക് എന്താണ് പറയുന്നത് അത് മാത്രം എഴുതുക, അതല്ലല്ലോ എക്സാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മളൊരു 10 പോയിൻറ്റ്സ് ആണ് നമുക്ക് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു 10 പോയിൻറ്റ്സിന് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി എന്ന് എഴുതാം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എഴുതാം. ക്വാളിറ്റി മാനേജ്മെൻറ്റ് QRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനേഷൻ കൊടുക്കുക, അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു 5 സ്റ്റെപ്സ് പറയുന്നുണ്ടല്ലോ, നമ്മൾ റിസ്ക് അസസ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനത്തെ ഒരു റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഒരു 5 സ്റ്റെപ്സ് പറയുന്നുണ്ട്, അത് എഴുതി കൊടുക്കുക. എഗെയിൻ പ്ലാറ്റ്ഫോം ടെക്നോളജി ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ, പ്ലാറ്റ്ഫോം ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബ്രോഷർ, സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബ്രോഷേഴ്സ് എന്നുണ്ടെങ്കിൽ ഡെഫിനേഷൻ എഴുതുക, അതിൻ്റെ കണ്ടൻറ്റ് എഴുതി കൊടുക്കുക. പിന്നെ ഡ്രഗ് അപ്രൂവലിൻ്റെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഇതാ പ്ലാൻ, ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. നമ്മൾ നേരത്തെയും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ലൊക്കേഷൻ എഴുതുക, ഫാക്ടേഴ്സ് എഴുതി കൊടുക്കുക, ലേഔട്ട് എഴുതി കൊടുക്കുക. ടൈപ്പ് ഓഫ് ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഹസാർഡ്സിൻ്റെ ഡെഫിനേഷൻ എഴുതി കൊടുക്കുക, ഏതൊക്കെയാണ് ഹസാർഡ്സ് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്, വാട്ട് ഈസ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ് ഡെഫിനേഷൻ എഴുതി കൊടുക്കുക. CTD ട്രയാങ്കിൾ വരയ്ക്കുക. ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ്, പിന്നെ അതേപോലെ തന്നെ TT ഏജൻസീസ് ഇൻ ഇന്ത്യ, എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് എഴുതുക. അതുപോലെ തന്നെ ഏജൻസീസ് ഏതൊക്കെയെന്ന് എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതരുത്, അതിൻ്റെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വേർഷൻ, അതായത് അതിൻ്റെ ഫുൾ ഫോം എഴുതുക. പിന്നെ INDA എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ. നമ്മൾ IND തന്നെയാണ്
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് CDSCO, ഡിഫൈൻ വാലിഡേഷൻ, ഡിഫൈൻ ഓവറേജസ്. വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എവിടെ 6th സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് വാലിഡേഷൻ എന്നുള്ളത്. ഇത് നമ്മൾ ടെർമിനോളജിയിൽ വരുന്ന ഒരു ഡെഫിനേഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ടെർമിനോളജി നമുക്ക് എന്ത് ചെയ്യാം, എന്തും ചോദിക്കാം. വാലിഡേഷൻ എന്ത് ചെയ്യുക, ഡെഫിനേഷൻ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പോൾ കുറച്ച് ചോദിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ള 2 മാർക്സിൽ ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. വാലിഡേഷൻ എന്താണെന്ന് എന്ത് ചെയ്യുക, ഡെഫിനേഷൻ, വാലിഡേഷൻ്റെ ഡെഫിനേഷൻ പഠിക്കുക. ഇനി ഓവറേജസ് ആണ്. ഓവറേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു APIയുടെ എക്സ്ട്രാ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഓവറേജസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ എന്ത് ചെയ്യുക, 2 മാർക്സിൻ്റെ ലെവലിൽ ഡെഫിനേഷൻ പഠിക്കുക. നമ്മൾ സോളിഡ്സിൽ വരുന്നതാണ് ഓവറേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് അത്ര ഫെമിലിയർ ആവാൻ ചാൻസ് ഇല്ല ആ ടേം. അപ്പോൾ നമ്മൾ ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു എക്സ്ട്രാ എമൗണ്ടിനെയാണ് നമ്മൾ ഓവറേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് എന്ത് ചെയ്യാം, എന്താണെന്ന് എഴുതാം. അതായത് 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺഫിഡൻഷ്യൽ അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് പറഞ്ഞത്. അതായത് ഒരു 2 പാർട്ടീസിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ യൂസ് ചെയ്യാനുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ടല്ലോ, മറ്റാർക്ക് ഷെയർ ചെയ്യാതിരിക്കാനുള്ള അഗ്രിമെൻറ്റ്, അതാണ് കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടൻസ് ഓഫ് NDA അപ്ലിക്കേഷൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി NDAയിൽ കണ്ടൻസ് പഠിക്കുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് എന്ത് ചെയ്യാം, എന്താണ് NDA എന്ന് എഴുതി കൊടുക്കുക. ആദ്യം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം ഡെഫിനേഷൻ എഴുതുക, ദെൻ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് NDA എന്ന് എഴുതി കൊടുക്കാം, ദെൻ ഇതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കാം. നോക്കൂ, എക്സ്പ്ലെയിൻ ജനറൽ കൺസിഡറേഷൻ ഓഫ് പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ് ടെക്നിക് ഫോർ സോളിഡ് ഡോസേജ് ഫോം. അപ്പോൾ നമ്മൾ സോളിഡ് കണ്ടു, ലിക്വിഡ് കണ്ടു, സെമി സോളിഡ്സ് കണ്ടു. ആ യൂണിറ്റിൽ എന്ത് ചെയ്ത് എല്ലാതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിയുള്ളത് എഴുതിയ പോലെ തന്നെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ജനറൽ കൺസിഡറേഷൻസ്, അതായത് അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളത് ഉണ്ടാവുമല്ലോ, അത് എഴുതുക. പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ് ടെക്നിക്സിന് എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലേറ്ററി അഫെയർ പ്രൊഫഷണൽസിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മാർക്കിനൊക്കെ പഠിച്ചിട്ടുണ്ടാവാനാണ് ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എങ്ങനെ എന്ത് ചെയ്യുക, അതിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ നമ്മളെ റെഗുലേറ്ററി അഫെയർ പ്രൊഫഷണൽസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, എഴുതാം. അതിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്ലാന്റ് ലൊക്കേഷനും അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ലേഔട്ടും എങ്ങനെ എഴുതേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറൽ കൺസിഡറേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യാം, ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുക. അതിൻ്റെ ടൈപ്സ് ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാം, എഴുതാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ COPP ആണ്. COPP എന്താണെന്ന് എന്ത് ചെയ്യാം, എഴുതാം. COPPയുടെ ഇപ്പോൾ നമ്മളൊരു 10 മാർക്കിനുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പം COPP പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഡെഫിനേഷൻ എഴുതാം, എന്താണ് അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളും ജനറൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാ വെച്ചാൽ അത് എഴുതാം. ഇനി അടുത്തത് APCTT ആണ്. APCTT എന്ന് പറയുമ്പോൾ നമ്മളെ ടെക്നോളജി ട്രാൻസ്ഫറിൽ വരുന്ന ഒരു ഏജൻസിയാണ്. എന്ത്, ഏഷ്യൻ ആൻഡ് പസഫിക് സെൻറ്റർ ഫോർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആണ് APCTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തുള്ളൂ, 2.5 അല്ലെങ്കിൽ 2 മാർക്സിനുള്ളതാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന ഡെഫിനേഷൻ എഴുതാം. ഏതൊക്കെ ഏജൻസീസ് ഉണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടല്ല, പക്ഷേ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ആൻസർ ഷോർട്ടാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ്. പിന്നെ അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ്സ് ആൻഡ് ദെയർ സേഫ്റ്റി. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് നേരത്തെ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഹസാർഡിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുക. ഫാർമസ്യൂട്ടിക്കൽ ഹസാർഡായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ അത് എഴുതുക. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടെക്നോളജി ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഫോർ ഗ്രാനുലാരിറ്റി ഓഫ് TT പ്രോസസ്. ക്വസ്റ്റ്യൻ നമ്മൾ ഗ്രാനുലാരിറ്റി ഓഫ് TT പ്രോസസ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപാക് ഗൈഡ് ലൈൻസ് ആണ്. എന്താണ് സുപാക് ഗൈഡ് ലൈൻസ് എന്നുള്ളതാണ്. അതിൻ്റെ യൂസ് എന്ത് ചെയ്യാം, മെൻഷൻ ആക്കുക. പിന്നെ ഏതൊക്കെയാണ് TT ഏജൻസീസ് ഇൻ ഇന്ത്യയിലുള്ള TT ഏജൻസീസ് എന്ത് ചെയ്യുക, എഴുതുക. അതായത് ലിസ്റ്റ് ചെയ്യുക. ഒരു 2 എണ്ണത്തിൻ്റെ ഒക്കെ ഫംഗ്ഷൻ എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. പിന്നെ എന്താണ് FDAൻ്റെ ഡാറ്റ പ്രസൻറ്റേഷൻ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പിന്നെ 2 മാർക്സിനാകുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് അത് ലിസ്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കാം. പിന്നെ എന്താണ് CDSCO, അതൊക്കെ ഒന്നും ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം ടെക്നോളജി എന്താണ്,
കൊമേഴ്ഷ്യലൈസേഷൻ ആൻഡ് പ്രോബ്ലംസ്, കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ്സ്, കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സിൻ്റെ 5 modules. CTD ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. 10 മാർക്കിന് ചോദിച്ചിട്ടില്ല, പക്ഷേ 5 മാർക്കിനും 2 മാർക്കിനും കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻവെസ്റ്റിഗേറ്റീവ് ബ്രോഷേഴ്സിൻ്റെ കോമ്പണൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ഡെഫിനേഷൻ, ഇതിപ്പോൾ 2-3 വട്ടം നമ്മൾ കണ്ട ക്വസ്റ്റ്യനാണ്. ഡെഫിനേഷൻ ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് പൈലറ്റ് പ്ലാൻ സ്കെയിൽ അപ്പ് ടെക്നിക് വിത്ത് സ്പെഷ്യൽ എംഫസൈസസ് ഓൺ പേഴ്സണൽ ആൻഡ് സ്പേസ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പേഴ്സണൽ റിക്വയർമെൻറ്റ്സും സ്പേസ് റിക്വയർമെൻറ്റ്സും എന്തൊക്കെയെന്ന് എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ അതേപോലെ തന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ വേരിയസ് ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസീസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ആ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 6 ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസീസ് ഉണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ എഴുതണം. ഫസ്റ്റ് APCTT, അതേപോലെ തന്നെ NRDC, TIFAC, BCIL, അതേപോലെ തന്നെ TBSC, SIDBI, അങ്ങനത്തെ 6 ഏജൻസീസ് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് ഇത് ബോക്സ് ആക്കി പഠിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഇൻ കേസ് ഇതുപോലെ 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് ബോക്സ് അല്ലാണ്ട് എഴുതുക. അപ്പോൾ ബോക്സ് അല്ലാണ്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഏതാണോ ഏജൻസി അതിൻ്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എഴുതുക. കീ ഫംഗ്ഷൻസ് എഴുതുക. 6 എഴുതുമ്പോഴത്തേനും അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ളത് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ക്വസ്റ്റ്യൻ പോലെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സും സംഭവങ്ങളും എന്നുള്ളത് എഴുതുക, ഫ്ലോ ചാർട്ട് രൂപത്തിൽ എഴുതുക. പിന്നെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് റെഗുലേറ്ററി അഫെയർ പ്രൊഫഷണൽസ്, ഡിപ്പാർട്ട്മെൻ്റ് അല്ല, റെഗുലേറ്ററി അഫെയർ പ്രൊഫഷണൽസ് ആണ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് വായിക്കുക. ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് CDSCO, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി, ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നോക്കി നോക്കും, റൈറ്റ് എ നോട്ട് ഓൺ ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിച്ച പോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും വരുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എന്താണ് ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് അല്ലെങ്കിൽ ഹസാർഡ്സ് എന്നുള്ള ഡെഫിനേഷൻ കൊടുക്കുക, ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാതിൻ്റെയും ഒരു പ്രിവെൻഷൻ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ക്വസ്റ്റ്യൻ എന്താ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ, എന്തുകൊണ്ട് 5 മാർക്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇപ്പോൾ നമ്മൾ എക്സാം വരുന്നത് 3 മണിക്കൂറല്ല, ആ 3 മണിക്കൂറിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിലുണ്ടാവുള്ളൂ. ചിലപ്പം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് എന്തേക്കാരും നമുക്ക് വിചാരിച്ചത്ര ക്വാണ്ടിറ്റിയിൽ എഴുതാൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് 5 മാർക്കിൽ ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ്, പിന്നെ CTD ആൻഡ് ECTD. ഇവിടെ ECTD എന്നുള്ളത് ഒരു പുതിയ ടേമാണ്. പുതിയ ടേം എന്ന് പറയുമ്പോൾ കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് ECTD എന്ന് പറയുമ്പോൾ. ECTD എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്കൽ, അതായത് കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് വേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ECTD എന്ന് പറയുന്നത്. അതേപോലെ തന്നെ COPPക്കും ECPP വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ ടേംസൊക്കെ എന്ത് ചെയ്യാം നോക്കിയിരിക്കുക. ഇവിടെ നമ്മൾ എഴുതേണ്ടത് CTDയുടെ കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ ECTD എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ECTD മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെയിം ആണ് എല്ലാം, കണ്ടൻസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും സെയിം ആണ്. ബട്ട് ECTD എന്ന് പറയുമ്പോൾ നമ്മുടെ കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഇലക്ട്രോണിക് വേർഷനെയാണ് ECTD എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈറ്റ് എ നോട്ട് ഓൺ പ്ലാറ്റ്ഫോം ടെക്നോളജി. എനിക്ക് തോന്നുന്നു ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലാതെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് ഈ എക്സാമിന് ചോദിക്കണം അങ്ങനെയില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്ലാറ്റ്ഫോം ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വാട്ട് ഈസ് പാക്കേജിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 മാർക്സിലാണ് നമുക്ക് ഇപ്പോഴും ടെസ്റ്റ് വരാറ്. അപ്പോൾ പാക്കേജിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് പൈലറ്റ് പ്ലാൻ സ്റ്റഡിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലിനിക്കൽ ട്രയൽസിൻ്റെ വേരിയസ് ഫേസസ്, ANDA എന്ന് പറയുമ്പോൾ അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷനാണ് ANDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മുടെ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷനിൽ വരുന്നതാണ്, ബട്ട് അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷനാണ് ANDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ INDA ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, ഇങ്ങനത്തെ ഷോർട്ട് ഫോംസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ഇപ്പോൾ എനിക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണോണ്ട്, അതായത് എക്സാം എഴുതണോണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു 2 മാർക്സിൻ്റെ നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും 2 മാർക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ആൻസറും എഴുതാൻ പറ്റും. അപ്പോൾ അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ. ഇനി എന്താണ് COPP, അതുപോലെ തന്നെ എന്താണ് വാലിഡേഷൻ ഓവറേജസ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഫയർ ഹസാർഡ്സ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? നമ്മൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ എന്താണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊരു റെക്കോർഡാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റെക്കോർഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് എഴുതുക, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ അതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബാച്ചിനെ കുറിച്ചുള്ള അനാലിസിസിന് വേണ്ടിയിട്ടും ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടിയിട്ടും ഫർദർ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെയാണ് അതിൻ്റെ റോൾ ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിവിടെ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി റോൾ ഓഫ് ഗുഡ് ഡോക്യുമെൻറ്റേഷൻ പ്രാക്ടീസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, 10 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാരും ആൻസർ ചെയ്യുക? റോൾ ഓഫ് ഗുഡ് ഡോക്യുമെൻറ്റേഷൻ പ്രാക്ടീസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ആക്ച്വലി ഇങ്ങനെ ഒരു സാധനം നമ്മൾ 7th സെം ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ QAയിൽ 6th സെമ്മിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനമാണ് ഗുഡ് ഡോക്യുമെൻറ്റേഷൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എന്തൊക്കെയാണ് നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ആൻസർ ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ ബാച്ച് ആൻസർ ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണിത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ essay ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ല ഏതാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഞാൻ ആലോചിച്ച സമയത്ത് റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫറിൽ വരികയാണെങ്കിൽ അതിലും 2-3 ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ 3rd and 4th യൂണിറ്റിൽ വരികയാണെങ്കിൽ മൊത്തത്തിലൊരു ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇതിനെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറയണു റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻ, നമ്മളെ യൂണിറ്റ് 1ലുള്ള റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഡോക്യുമെൻറ്റേഷൻ, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെയാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SOPs, ബാച്ച് മാനുഫാക്ചറിങ് റെക്കോർഡ്, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ റെക്കോർഡ്സിൻ്റെ കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, എന്താണ് ആ റെക്കോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതെന്താണ്, ഇതിൻ്റെ ഓക്കെ ആണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വായിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കാണും കൂടില്ല, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഓൾറെഡി നമ്മളൊരു essay ക്വസ്റ്റ്യൻ പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ നന്നായി വായിക്കുക. ഒരു 2-3 വട്ടം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തും. ഇനി ഒന്നും കത്തണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്താണോ അറിയണത് അതെന്ത് ചെയ്യുക, എഴുതി വെക്കുക, അങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. റൈറ്റ് എ നോട്ട് ഓൺ ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, റൈറ്റ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൂപ്പർ ഗൈഡ്ലൈൻസ്. വെറൈറ്റി ആയിട്ടില്ലേ, 2 യൂണിറ്റിൽ നിന്നാണ് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വെറൈറ്റി സംഭവങ്ങളാണ് നടക്കാറുള്ളത് എക്സാം പേപ്പറിൽ. അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 5+5 ആണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ജസ്റ്റ് സിമ്പിളാണ്, ചോദിച്ച 2 ക്വസ്റ്റിന് ആൻസർ ചെയ്യുക. എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, 5 മാർക്സിന് എഴുതുക. എന്താണ് സൂപ്പർ ഗൈഡ് ലൈൻസിൻ്റെ സാലൻ ഫീച്ചേഴ്സ് എന്നുള്ളത് എന്ത് ചെയ്യുക, 5 മാർക്സിന് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ഈസ് അനലറ്റിക്കൽ മെത്തേഡ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ അനലറ്റിക്കൽ മെത്തേഡ് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നത് 2 മാർക്സിന്, അത്ര ഒന്നും ചോദിക്കൂല എന്നുള്ള എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അനലറ്റിക്കൽ മെത്തേഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, എല്ലാം 5 മാർക്സിന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് COPP, അതുപോലെ തന്നെ ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷേഴ്സ്, റോൾ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ റെഗുലേറ്ററി അഫയർ പ്രൊഫഷണൽസ്. നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, റെഗുലേറ്ററി അഫയർ പ്രൊഫഷണൽസിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അഗെയിൻ TT ഏജൻസീസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 5 മാർക്സിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബോക്സ് ആക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ബോക്സ് ആക്കി എഴുതുമ്പോൾ നമുക്ക് ടൈമും സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് അവർക്കത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇനി അഗെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻ ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ നമ്മൾ ചോദിച്ചിടത്തോളം നമുക്ക് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, കണ്ടൻസ് ഓഫ് NDA ആപ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ CTDയുടെ മൊഡ്യൂൾ 3 എന്തൊക്കെയാണെന്ന് വരുന്നത്, പിന്നെ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ എന്താ, അതുപോലെ തന്നെ നമ്മളെ ജനറിക്സ് ആൻഡ് ANDA റിലേഷൻഷിപ്പ്.
ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആൻസർ ചെയ്യുക? അപ്പോൾ നമുക്കറിയാം ANDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ജനറിക്സും അതേപോലെ തന്നെ ANDA തമ്മിലുള്ള റിലേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ANDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ആണ്. അതായത് ഒരു ജനറിക് ഡ്രഗിൻ്റെ ആപ്ലിക്കേഷനാണ് ANDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ജനറിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു പ്രോഡക്റ്റ് ഇറ്റ് സെൽഫാണ്. അതായത് ഒരു ആക്ച്വൽ ഡ്രഗ് പ്രോഡക്റ്റ് ഇറ്റ് സെൽഫാണ്. നമ്മളൊരു ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോപ്പി ഓഫ് കോപ്പി ഓഫ് എ ബ്രാൻഡ് നെയിമാണ്. അതായത് തെറാപ്യൂട്ടിക്കലി അല്ലെങ്കിൽ ഡോസേജ് സ്ട്രെങ്ത് ഒക്കെ ഇക്വാലൻ്റ് ആയിക്കാരും, പക്ഷേ നമ്മുടെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോപ്പി ഓഫ് എ ബ്രാൻഡ് നെയിമിനെയാണ് നമ്മൾ ജനറിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ANDAയും ജനറിക്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജനറിക്സിനുള്ള ആപ്ലിക്കേഷനാണ് അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഹൗ ഡസ് ആൻ INDA ആപ്ലിക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു ഡ്രഗ് ഡെവലപ്മെൻറ്റ്? ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ആണ് ഇവിടെ നമുക്ക് സംഭവിക്കുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ഡ്രഗ് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യണത്? അപ്പോൾ നമുക്ക് എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ എന്നറിയാമല്ലോ. അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷണൽ പ്രോസസ്സിലുള്ള ഒരു ഡ്രഗിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് INDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മൾ ഹ്യൂമൻ ട്രയൽസ് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോൺസറിനെ ഓതറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ സേഫ്റ്റി എഫിക്കസി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ INDA യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് എന്താണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതാണ് അറിയുന്നത് നമ്മൾ അത് എഴുതി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനീഷനിൽ തന്നെ എന്തേക്കാരും ഇതിനുള്ള ആൻസർ ഇൻക്ലൂഡഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് CDSCO, പിന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ വാലിഡേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മെക്കാനിക്കൽ ഹസാർഡ്സ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മെക്കാനിക്കൽ ഹസാർഡ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു 2, 3 അല്ലെങ്കിൽ 4 മാക്സിമം 4 പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സും എന്ത് ചെയ്യാം നമ്മൾ എഴുതുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സുപാക് ഗൈഡ് ലൈൻസ്, ഡിസ്കസ് ദി ഇമ്പാക്ട് ഓൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 5+5 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസ്കസ് ദി ഇമ്പാക്ട് ഓൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലെവൽ ഓഫ് ചേഞ്ചസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ആക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ് ക്വാളിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്, റൈറ്റ് നോട്ട് ഓൺ പ്ലാറ്റ്ഫോം ടെക്നോളജി. എഗെയിൻ പ്ലാറ്റ്ഫോം ടെക്നോളജി 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡിസ്കസ് ദി റെഗുലേറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് അപ്രൂവൽ ഓഫ് ന്യൂ ഡ്രഗ്സ് ഇൻ ഇന്ത്യ. ഇതിന് ആൻസർ എഴുതണേ നമ്മൾ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആൻഡ് അപ്രൂവൽ പ്രൊസീജിയർ ഫോർ ന്യൂ ഡ്രഗ്സ് ഇൻ ഇന്ത്യ, യൂണിറ്റ് 4 ലാസ്റ്റ് ടോപ്പിക് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പിന്നെ നോൺ ക്ലിനിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റ്, ജനറൽ കൺസിഡറേഷൻസ് ഓഫ് IND അപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷേഴ്സ് ത്രൂ ഔട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷേഴ്സിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ അതിൻ്റെ കണ്ടൻസ് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഏതൊക്കെയാണ്, അതായത് നമ്മളതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നോൺ ക്ലിനിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്നുള്ളതൊക്കെ അതിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്, അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് കെമിക്കൽ ഹസാർഡ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഹസാർഡ്സ് എപ്പോഴും 5 മാർക്സിന് ചോദിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് ഹസാർഡ് എന്ന് എഴുതാം, കെമിക്കൽ ഹസാർഡിൻ്റെ ഡെഫിനേഷൻ എഴുതാം. കെമിക്കൽ സബ്സ്റ്റൻസ് കാരണം ഉണ്ടാവുന്ന ഹസാർഡ്സ് ആണ് കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ഹസാർഡ്സിൻ്റെ ഡെഫിനേഷൻ എഴുതാം, അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എഴുതാം. എഗെയിൻ ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതും കൂടി കണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താണ് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ടെക്നിക്സിൻ്റെ സിഗ്നിഫിക്കൻസ്, CTDയുടെ ഡിഫറെൻറ്റ് മോഡ്യൂൾസ്, APCT നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളെ TT ഏജൻസീസ് ആണ് വരുന്നത്. ഇനി എന്താണ് ആക്സിഡൻറ്റ് റെക്കോർഡ്സ്, FDA ഡാറ്റ പ്രസൻറ്റേഷൻ, പിന്നെ നമ്മൾ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസും അതേപോലെ തന്നെ CDSCOൻ്റെ റിലേഷൻഷിപ്പ്. അതായത് നമ്മളെ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, രണ്ടിൻ്റെയും കൂടിയും കമ്പൈൻ ചെയ്ത് വരുന്ന ഫംഗ്ഷൻസ് ആണ് അവിടെ എഴുതേണ്ടത്. അഗെയിൻ ഡിഫൈൻ ക്വാളിഫിക്കേഷൻ വാലിഡേഷൻസ്, എങ്ങനെയാണ് ഹൗ ആർ ഓവറേജസ് യൂട്ടിലൈസ്ഡ് ഇൻ ഡ്രഗ് ഫോർമുലേഷൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഓവറേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിനെയാണ് നമ്മൾ ഓവറേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അതെങ്ങനെയെന്ന് എഴുതാം. പിന്നെ എങ്ങനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ്, പ്രൊട്ടക്റ്റീവ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഡ്യൂറിങ് ടെക്നോളജി ട്രാൻസ്ഫർ. അതായത് നമ്മൾ അതിൻ്റെ ഡെഫിനീഷൻ, കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 പാർട്ടീസ് തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വേറൊരു പാർട്ടിക്ക് ഈ ഒരു പാർട്ടിയുടെ
പെർമിഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു അഗ്രിമെൻറ്റിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ്, കോൺഫിഡൻഷ്യലായിട്ട് വെക്കാനുള്ള അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എനഫ്. പിന്നെ അതിൻ്റെ എന്താ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി റൈറ്റ് എ നോട്ട് ഓൺ ഇലക്ട്രിക്കൽ ഹസാർഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഡെഫിനേഷൻ എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യാം എഴുതാം. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അഗെയിൻ നമ്മൾ സോളിഡ് ഡോസേജ് ഫോംസ് വിത്ത് റെലവൻറ്റ് ഡോക്യുമെൻറ്റേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോസസ് ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ ഫ്രം R&D ടു പ്രൊഡക്ഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേരിയസ് പ്രിവെൻറ്റീവ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഫോർ ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ ഹസാർഡ്സ്, ഫയർ ഹസാർഡ്സും കെമിക്കൽ ഹസാർഡ്സും ആണ് വരുന്നത്. ഇനി NDA അപ്രൂവൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് എഴുതാം. അതായത് ഫ്ലോ ചാർട്ട് വരുന്ന സംഭവം ഉണ്ടല്ലോ, NDA എന്താണെന്ന് എഴുതാം, അതിൻ്റെ ടൈപ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ അതിൻ്റെ ഫ്ലോ ചാർട്ട്സ് എന്ത് ചെയ്യാം എഴുതാം. ഇനി ടൈം ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. CDSCOൻ്റെ ഓർഗനൈസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് സുപാക് ഗൈഡ് ലൈൻസിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള TT ഏജൻസീസ്, ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്ലാൻ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ് അപ്രൂവൽ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്ത് ചെയ്യാം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സ്കെയിൽ അപ്പ് പ്രോസസ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ന്യൂ ക്വസ്റ്റ്യനാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ടെക്നോളജി ട്രാൻസ്ഫറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം, അതായത് രണ്ട് റിസീവിങ് യൂണിറ്റും സെൻഡിങ് യൂണിറ്റും നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ടെക്നോളജീസൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്തതിനൊരു ബെനിഫിറ്റ്സ് ഇല്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ബിസിനസ് എൻവിറോൺമെൻറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഇൻവെസ്റ്റിഗേറ്റഡ് ബ്രോഷേഴ്സിൻ്റെ കണ്ടൻറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ലേഔട്ട്. ഇത് നമ്മൾ ലേഔട്ടിൽ വരുന്നതാണ്. പ്രോഡക്റ്റ് ലേഔട്ടും ഉണ്ട്, പ്രോസസ് ലേഔട്ടും ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ്, പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ് ലേഔട്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. പ്രോഡക്റ്റ് ലേഔട്ട് എന്ന് പറയുമ്പോൾ എന്തേക്കാരും നമ്മളവിടെ മെഷീൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലേക്കാരും. പ്രോസസ് ലേഔട്ട് ആണെങ്കിൽ എന്തേക്കാരും അവിടെ സിമിലർ ഫംഗ്ഷൻസ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏക്കാരും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ പ്രോഡക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, ഫ്ലെക്സിബിലിറ്റി കുറവാണ്, ഇൻറ്ററപ്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് പ്രോസസ് ലേഔട്ടിൽ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള യൂട്ടിലിറ്റീസ് ആൻഡ് സർവീസിന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. COPP എന്ത് ചെയ്യുക നോക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെയും 5 modules ഓഫ് കോമൺ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ്. പിന്നെ എന്താണ് നമ്മുടെ IND അപ്ലിക്കേഷൻസിൻ്റെ മെയിൻ കണ്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. ഇനി ഇവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് എനിക്ക് പറയാനുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞങ്ങളെ ബാച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേ നമ്മൾ കിളി പോയിട്ടുണ്ടായിരിക്കും. എഗെയിൻ 2 marks വരുന്ന സമയത്ത് അവിടെ കിളി ഓൾറെഡി പോയി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു 3 മണിക്കൂർ കൊണ്ട് എക്സാം പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ആൻസർ ചെയ്യുക. നമുക്ക് എന്താണോ അറിയണത് അത് നമ്മൾ എഴുതി വെക്കാം. അതായത് നമുക്ക് എന്താ അറിയണത് അത് എഴുതാൻ അങ്ങനെയല്ല ഞാൻ പറയണത്. ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യാം, സിലബസ് ഫുള്ള് കവർ ചെയ്യാം. നമ്മൾ 100% ചെയ്യാം. സിലബസ് ഫുള്ള് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ വല്ല ക്വസ്റ്റ്യൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, അത് വെച്ച് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. സോ ഇത്രയാണ് എന്ത് വരുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ജസ്റ്റ് ഔട്ട്ലൈനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ സിലബസിലുള്ള എല്ലാ പോർഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സിലബസ് നന്നായിട്ട് പഠിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം. എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യാം, ഞാൻ ബ്രീഫായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വൺ, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതെന്ന് നോക്കാം. പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സിലബസ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് പഠിക്കുക. സിലബസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഏത് യൂണിറ്റാണോ എളുപ്പമുള്ളത് ആ യൂണിറ്റ് എന്ത് ചെയ്യുക, ആദ്യമല്ല അവസാനമാണ് നോക്കേണ്ടത്. കാരണം
ആ യൂണിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കും. പക്ഷേ ഈ ടഫുള്ള യൂണിറ്റ്സ് എന്ത് ചെയ്യില്ല, നമ്മൾ ചിലപ്പം കവർ ചെയ്തോളണമെന്നില്ല. അങ്ങനെ ചെയ്യരുത്, ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ആ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ അറിയില്ല. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സിലബസിൽ എന്ത് ചെയ്യുക, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക. എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, 10 മാർക്സിന് ഞാൻ പറയുന്നില്ല, ഒരു 5 മാർക്സിനെങ്കിലും എന്ത് ചെയ്യുക, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ടഫുള്ള യൂണിറ്റ് ഇപ്പോൾ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. പൊതുവേ ഞാൻ കേട്ടിടത്തോളം എനിക്ക് ടഫ് തോന്നിയിട്ടുള്ള ഒരു യൂണിറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ യൂണിറ്റ് എന്ത് ചെയ്യാം, ആദ്യം പഠിക്കുക. അതിനുശേഷം നമ്മൾ ഹസാർഡ്സ് അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റ് 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 1 എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ആ യൂണിറ്റ്സ് നമുക്കറിയാമല്ലോ ഏത് ഒരു പോർഷനാണ് നമുക്ക് ടഫ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ സിലബസിലുള്ള ഒരു പോർഷനും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ ഏതാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് തന്നെ സിലബസിലുള്ള ഒരു പോർഷനും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ടെർമിനോളജിയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാത്തതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്തായാലും എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. സിലബസ് വെച്ചിട്ട് തന്നെ നോക്കുക. പിന്നെ സിലബസിൽ എന്തെങ്കിലും ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് അങ്ങനെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ TT ഏജൻസിയിലും അതേപോലെ തന്നെ അവിടെയാണ് മെയിനായിട്ട് ഞാൻ അങ്ങനെ ഷോർട്ട് ഫോം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ സ്ഥലത്ത് എന്ത് ചെയ്യാം, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നുള്ളതും ഓൾറെഡി അറിഞ്ഞു വെക്കുക. സിലബസ് തറവായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാനുലാരിറ്റി അല്ലെങ്കിൽ നമ്മൾ R&D അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ സിലബസ് എന്ത് ചെയ്യുക, പക്കായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കുക. ഇനി എക്സാം ഹാളിൽ, അതായത് നമ്മൾ എക്സാം എഴുതാനിരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂൾ ഓഫ് ടൈം ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയില്ല എന്ന് വെച്ചിട്ട് അതുമ്മേ ആ ഒരു ക്വസ്റ്റ്യന്മ കിടന്നിട്ട് ടെൻഷൻ ആവാൻ നിൽക്കരുത്. കാരണം ഇപ്പോൾ 19 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ബാക്കി 18 ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ അറിയാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ അറിയാത്തൊരു ക്വസ്റ്റ്യൻ്റെ ടെൻഷൻ കാരണം ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പോലും നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗുഡ് ഡോക്യുമെൻറ്റേഷൻ പ്രാക്ടീസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച ക്വസ്റ്റ്യൻ നമുക്കറിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വായിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 2-3 വട്ടം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വായിക്കുക. നമുക്ക് ആ തരുന്ന ഒരു 10 മിനിറ്റ്സ് ഉണ്ടല്ലോ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക. 2-3 വട്ടം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാതിരിക്കില്ല. ഒരു ക്വസ്റ്റ്യൻ ഒരു 3 വട്ടം അല്ലെങ്കിൽ 4 വട്ടം വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സിലബസിൽ എവിടെയെങ്കിലും ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാതെ ഇരിക്കില്ല. ഇനി ഇൻ കേസ് ഇപ്പോൾ ചിലവർക്ക് എന്തുണ്ടായിരിക്കും, മറന്നു പോണ ഇതുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടാത്ത ടെൻഷനായിട്ടാണ്, എല്ലാം ടെൻഷനായിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഇങ്ങനെ പെൻസിലേറ്റ് അത് എഴുതാം. എന്താണെന്നുള്ളത്, എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 2 മാർക്സിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. 2 മാർക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ 20 മാർക്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്ക് തന്നെയാണ്. നമ്മൾ 20 മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയ ഈ 20 മാർക്സ് നമുക്ക് കിട്ടി, പോയ 20 മാർക്സാണ് പോണത്. അപ്പോൾ എന്ത് ചെയ്യുക, 2 മാർക്സ് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഏരിയയാണ് 2 മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 2 മാർക്സ് വെച്ച് തുടങ്ങാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് കിട്ടും. അറിയാത്ത ക്വസ്റ്റ്യൻസ് 2 മാർക്സിൻ്റെ എഴുതരുത്. അറിയുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, അതന്നെ സംഭവം. നമുക്ക് അറിയാമെന്ന് എന്ത് ചെയ്യുക, നമ്മളെ വാലുവേറ്ററിന് നമ്മൾ കാണിക്കുകയാണ്, എനിക്കിത് അറിയാം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 മാർക്സിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ നമുക്ക് അറിയണ്ടായിരിക്കും. കൂടിപ്പോയ 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാത്തതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ക്വസ്റ്റ്യൻസ് എഴുതരുത് അവിടെ. അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഓക്കെ കൊള്ളാം, ഇയാൾ കൊള്ളാം എന്നുള്ളൊരു ഇംപ്രഷനാണ് അവരെ മനസ്സിലേക്ക് വരിക. ഇനി ഇൻ കേസ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റല്ലെങ്കിൽ അത്ര കോൺഫിഡൻസ് അല്ലാത്തൊരു ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിലും ഓക്കെ ആണെന്നുള്ളൊരു മൈൻഡ് ഇക്കാരും എന്തുണ്ടായിരിക്കുക, വാലുവേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 2 മാർക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു സജഷൻ പറയുകയാണ്, നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, 2 മാർക്സാണ് എഴുതുന്നതെന്ന് വെച്ചിട്ട് അതുമ്പോൾ തന്നെ ടൈം സ്പെൻഡ് ചെയ്യരുത്. അതിനൊരു ടൈമുണ്ട്, മാക്സിമം ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 50 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ 2 മാർക്സ് എഴുതാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
ഇനി അങ്ങനെ 2 മാർക്സ് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, കോൺഫിഡൻസ് ആയിട്ടുള്ള ആൻസർ മാത്രമാണ് 2 മാർക്സിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, 5 മാർക്സ് എടുക്കാം, അല്ലെങ്കിൽ 10 മാർക്സ് എടുക്കാം. അപ്പോൾ 10 മാർക്കിന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു ക്വസ്റ്റിന് 20 മിനിറ്റ്സ് ആണ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റിന് 20 മിനിറ്റ്സ് എടുക്കുക. 20 മിനിറ്റ്സിൽ കുറേ ഉണ്ട്, 20 മിനിറ്റ്സ് എന്തായാലും എടുക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റിനും 20 മിനിറ്റ്സ് എടുക്കുക. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു 40 മിനിറ്റ്സ് അവിടെ യൂട്ടിലൈസ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാറും, ചിലപ്പോൾ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അത് എഴുതി നിർത്താൻ പറ്റില്ല. നമുക്ക് അറിയുന്നതൊക്കെ എഴുതേണ്ടി വരും. അങ്ങനെ ചെയ്യരുത്. നമ്മളെ ടൈമിന് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. കാരണം ആ ഒരു 40 മാർക്സ് ഉണ്ടെങ്കിൽ 5 മാർക്സിന് ബാക്കി കിടക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതണ്ടേ. അത് എഴുതിയില്ല, അതും കൂടി എഴുതിയാലേ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ 10 മാർക്സ് എന്ന് പറയുമ്പോൾ വെയിറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് 10 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ 10 മാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു 8 മാർക്സ് ഒക്കെ കിട്ടുള്ളൂ. അത്രയും ടോപ്പായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് എഴുതുക. എഴുതണ്ടെന്നല്ല ഞാൻ പറയണത്, അതിനനുസരിച്ചിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഒരു എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മൾ 5 മാർക്സിന് പഠിച്ച ക്വസ്റ്റ്യൻ ആവുമല്ലോ, അല്ല നമ്മൾ 5 മാർക്സിന് പഠിക്കുന്ന സമയത്ത് എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു 6 മാർക്ക് 7 മാർക്ക് എങ്ങനെയും 10 മാർക്കിൻ്റെ ഏരിയയിൽ നമുക്ക് കിട്ടും. അങ്ങനെ എഴുതാം. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ 5 മാർക്സ് എഴുതാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ടാണ് ലാസ്റ്റിക്ക് വേണം 10 മാർക്സ് എഴുതാനാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ടൈമിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ട് വേണം നിങ്ങളത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, എക്സാം എഴുതേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കുമല്ലോ. അണ്ടർലൈൻ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിങ് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യണം എന്നാണ് പറയാറ്. പക്ഷേ റെഡിങ് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മൾ പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ എഴുതാൻ പാടാത്തതുകൊണ്ട് തന്നെ ഞാനത് എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിങ് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത്, ഞാൻ പഠിച്ചതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ എഴുതിയതിനേക്കാളും എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് ഞാൻ പ്രസൻറ്റ് ചെയ്തതിലാണ് എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് അത്ര അറിയില്ല, കോൺഫിഡൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ് ഞാൻ എന്ത് ചെയ്തത് 5 മാർക്സിന് എഴുതിയെന്ന് വിചാരിച്ചോ. ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് അത് കറക്റ്റായിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുള്ളൂ. ഈ അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് ഇവർ ഈ പോയിന്റ്സ് ആണ് നോക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് വാലിഡേറ്റേഴ്സിനോട്, ഇതൊക്കെയാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ച പോയിന്റ്സ്. അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് എന്താണോ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ടത് അത് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അത്രയും കുറച്ചൊക്കെ കോൺഫിഡൻസ് കുറവുള്ള ഒരു ആൻസർ ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ നമ്മുടെ വാലുവേറ്ററിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്ത് ചെയ്യുക, റെഡിങ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഏത് പെന്നാണ്, ഇപ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ടായാലും വേണമെങ്കിൽ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അണ്ടർലൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എല്ലാത്ത വർഷം നമ്മളൊരു 10 മാർക്കിൻ്റെ എസ്സേ കുറേ എഴുതി നമ്മൾ എന്തായാലും പറഞ്ഞത് നമുക്കും അറിയില്ല, അതുപോലെ തന്നെ നോക്കണ വാലുവേറ്റേഴ്സിനും മനസ്സിലാവില്ല. നേരെ മറിച്ച് നമ്മളത് കറക്റ്റ് ആ ഹെഡിങ്സ് ഒക്കെ എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും, ഓക്കെ ഇതിൽ ഇന്നെ കണ്ടൻസ് ആണ് വരുന്നത്, കുട്ടി എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാകും. ഇനി അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 മെത്തേഡാണ് അണ്ടർലൈൻ ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് പോവാം. അല്ലെങ്കിൽ പക്ഷേ ഈ ഒരു വേ, അതായത് ഞാൻ ഇനി പറയാൻ പോണ വേ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 12:30 നമ്മൾ എക്സാം കഴിയുക. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു 12:15 ആകുമ്പോഴത്തേന് നമ്മൾ എക്സാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ്റെ നമ്പറൊക്കെ ഇടുന്ന സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ എഴുതുമ്പോൾ തന്നെ ഇപ്പോൾ അണ്ടർലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് ഇങ്ങനെ വരക്കണം എന്നല്ല, പക്ഷേ ആ പോയിന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മളെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം റെഡിങ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പെന്നുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് അത് പെന്നുകൊണ്ട് തന്നെ ആയാലും കുഴപ്പമില്ല, ഇനി പെൻസിലായാലും കുഴപ്പമില്ല, അണ്ടർലൈൻ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ പ്രസൻറ്റേഷൻ ഉറപ്പാണ് ഈ അണ്ടർലൈൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇംപ്രഷൻ കൊടുക്കുക, വാലുവേറ്ററിൽ ഒരു ഇംപ്രഷൻ കൊടുക്കുക. ദെൻ നമ്മൾ പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം പാസ്സാവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി. നമുക്കറിയാത്ത ക്വസ്റ്റ്യൻ വരുന്നതും അല്ലെങ്കിൽ നമ്മൾ എഴുതാത്തതും ഒക്കെ നെക്സ്റ്റ് കിടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എക്സാം പാസ്സാവും എന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. ഇനി അടുത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട് പേജിൽ നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വെച്ചിട്ടാണല്ലോ നമ്മൾ വാലുവേറ്റ് ചെയ്യണത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സിലബസ് ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു, എങ്ങനെയാണ് പേപ്പർ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് പറയുകയാണ്, നമ്മൾ ഇൻഡസ്ട്രിയൽ ഫാർമസി ഇപ്പോൾ 3 7 സെം
ഒന്നും വേണ്ട 6 സെം കഴിഞ്ഞവരല്ലേ, 6 സെമ്മിൽ അറിയാലോ എത്ര സബ്ബാണ് 6 സെമ്മിൽ ഉള്ളതെന്നും 6 സെമ്മിൽ ഏതൊക്കെ സബ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് 6 സെമ്മാണ് നമ്മൾ ബി ഫാമിലെ ഒരു ടഫസ്റ്റ് സെമ്മായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 6 സെമ്മാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നവരല്ലേ. അപ്പോൾ എന്തായാലും എന്താണ് ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറയുന്നത് അത്ര ടഫ് സബ്ജക്റ്റ് ഒന്നുമല്ല. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ ഫ്രീ ആയിട്ടാണല്ലോ 7 സെമ്മോ 8 സെമ്മോ ഒക്കെ പഠിക്കേണ്ടായിരിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സബ്ബാണ് ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇനി ആ സബിനോട് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ എക്സാം പാസ്സാവുക എന്നുള്ളതാണല്ലോ നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒരു പോർഷനും സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഒരു പോർഷനും സ്കിപ്പ് ചെയ്യരുത്. ഓൾവേസ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നുള്ളത്. ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കൂല, അത് വേറെ വിഷയം. ഇനി അങ്ങനെയല്ല, അതിന് ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഇളവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലാണ് അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് കരുതി പഠിക്കാതെ ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കരുത്. പക്ഷെ എന്ത് ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, 5 മാർക്കിനെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കുക. നന്നായി റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. പിന്നെ എക്സാം പേപ്പർ 2-3 വട്ടം എന്ത് ചെയ്യുക, വായിക്കുക. ഒരു ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ 2-3 വട്ടം വായിക്കുമ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കണക്റ്റ് ആവും. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു പുറത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ജനറലായിട്ട് ചോദിച്ച പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ച പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വേർഡ് നമ്മുടെ സിലബസിൽ നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ആ ആൻസർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അത്ര പേടിക്കേണ്ട വിഷയമൊന്നുമല്ല ഇൻഡസ്ട്രിയൽ ഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എളുപ്പമാണ്, പഠിച്ചാൽ കിട്ടാവുന്നതുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ 100% ഇടുക, ബാക്കി ദൈവം തരും. അങ്ങനെ വിശ്വസിക്കുക. താങ്ക്